ഹലോ എവരി വൺ, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സ് PSCയിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. അപ്പോൾ പഠിക്കാനൊക്കെ റെഡിയായി ഉഷാറായിട്ട് എല്ലാവരും എത്തിയിരിക്കുകയാണ് എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ടാർഗറ്റ് GKയുടെ അടുത്ത ഭാഗത്തേക്ക്, അടുത്ത അധ്യായത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കേരള ഹിസ്റ്ററിയാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയിൽ ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ GK ഭയങ്കര ഒരു അൺപ്രഡിക്റ്റബിലിറ്റി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പറയുന്നതാണ്. PSC മൊത്തത്തിൽ മാറി, PSC കംപ്ലീറ്റ് ആയിട്ട് മാറി എന്ന് വിചാരിച്ച് പേടിച്ചിരിക്കേണ്ട ഒരു ഘട്ടമില്ല നമുക്ക്. PSC ഓരോ എക്സാമുകളും ഓരോ രീതിയിലേക്ക്, പ്രിലിംസ് ഒന്നായിരിക്കാം, പ്രിലിംസിന്റെ 3 ഘട്ടത്തിലും പല രീതിയിൽ ഇടാറുണ്ട്. മെയിൻസിലേക്ക് ചിലപ്പോൾ കംപ്ലീറ്റ്ലി എന്താ പറയുക, ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകാറുണ്ട്. നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ഫേസും തേർഡ് ഫേസും എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടത് കൃത്യമായ ഡേറ്റയും ആ ഡേറ്റയുടെ മുകളിലുള്ള ഒരു ക്ലാരിറ്റിയുമാണ് എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു. ഈ ഡേറ്റ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കഴിഞ്ഞ അനാലിസിസിലൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ വളരെ ലോജിക്കലായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ, എലിമിനേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഈ ഡേറ്റ ക്ലാരിറ്റി കൃത്യമായിട്ട് ആവശ്യമാണ്. അപ്പോൾ മാത്രമേ ഇന്റലിജന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എലിമിനേഷനും മറ്റും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടി GKയുടെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ടാർഗറ്റ് GK സീരീസ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും, ഞായറാഴ്ച ഒരു ദിവസം അവധി തന്നിരുന്നു, ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിൽ പരീക്ഷയുടെ ദിവസം വരെ നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കാൻ പോവുകയാണ്, പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട്. അപ്പോൾ ഇന്ന് കേരള ഹിസ്റ്ററിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2 ക്ലാസ്സുകളായിട്ട് കേരള ഹിസ്റ്ററി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഇന്നത്തെ ദിവസം ഉണ്ടാവും. നാളെ നിങ്ങൾക്ക് ഉച്ചയോട് കൂടിയിട്ട് വൈകുന്നേരത്തേക്ക് മറ്റൊരു ക്ലാസ് കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. സമയം കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് 2 ക്ലാസ്സുകൾ തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങളാണത് കൃത്യമായ ആ ഡേറ്റ പോയിന്റ്സ് മെയിൻറ്റെയിൻ ചെയ്ത് സമയമനുസരിച്ച് കാണുകയും ആൻസറുകൾ പറയുകയൊക്കെ ചെയ്യേണ്ടത്. ആൻസറുകളുടെ കാര്യം പറയുമ്പോൾ ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട മർമ്മ എന്ന് പറയാൻ പറ്റുന്ന എന്താ പറയുക, ചില കാര്യങ്ങൾ ഞാൻ ചോദ്യങ്ങളായി നിങ്ങളോട് ചോദിക്കാറുണ്ട്. കുറേ പേര് അതിന്റെ ആൻസർ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാറുണ്ട്. വളരെ നല്ല കാര്യം, നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുന്നുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ആ ചോദ്യങ്ങൾ കൃത്യമായി, ഒരു 2-3 ചോദ്യങ്ങളാണ് ഞാൻ ഓരോ വീഡിയോയിലും പല ഇടങ്ങളിലായി ചോദിക്കുക. അവ കൃത്യമായി കണ്ട് ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കമന്റ് കൂടി ചെയ്ത് പഠിച്ച് അവസാനിപ്പിച്ച് നല്ല കോൺഫിഡന്റ് ആയിട്ട് എന്ത് ചെയ്യുക? എക്സാം ഹാളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ ടാർഗറ്റ് GKയുടെ അടുത്ത അധ്യായം നമ്മൾ ഇവിടെ ആരംഭിക്കുന്നു. അതിന് മുമ്പായിട്ട് നമ്മൾ ഡിഗ്രി മെയിൻസിന്റെ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫേസ് കഴിഞ്ഞപ്പോൾ തന്നെ കുറെ കുട്ടികൾ മെസ്സേജ് അയച്ചു, ഉടനെ തന്നെ തുടങ്ങുന്നില്ലേ? നമ്മുടെ ഈ ടാർഗറ്റ് GK ക്ലാസ്സുകളിലൂടെയും നമ്മുടെ റിവിഷൻ അടക്കളം സീരീസും അതിലൂടെയാണ് കുറെ പേര് നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത്, നമ്മളെ കുറിച്ച് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് തന്നെ കഴിഞ്ഞപ്പോൾ കുറച്ച് കുട്ടികൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഒരു കോംബോ ബാച്ച് തന്നെയാണ് നമ്മൾ ഇറക്കുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ, ഈ 2 പരീക്ഷകളും ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ ഈ കോംബോ ബാച്ച് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. ഈ 2 കോഴ്സും സെപ്പറേറ്റ്, ഒന്നിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാനായിട്ട് പറ്റും. കോംബോ ബാച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് 2 മാത്രമാണ് നമ്മൾ തരുന്നത്. ഈ 2 കോഴ്സിലും വളരെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇത്തവണത്തെ ഡിഗ്രി മെയിൻസ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. സിലബസിന് കൂടാതെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി തരുന്നതായിരിക്കും. ആൻഡ് ആഡഡ് ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്റ്റഡി പ്ലാൻ ആയിരിക്കും. ഇപ്പൊ ഇന്നുകൂടി കുറച്ച് മുമ്പ് ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ട് ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ വേണ്ടി സംസാരിച്ചുള്ളൂ, സ്റ്റഡി പ്ലാൻ തുടങ്ങാത്ത കാരണം പഠിക്കാനുള്ള ഒരു ഫ്ലോ കിട്ടുന്നില്ല, മാറിപ്പോകുന്നു, ശ്രദ്ധ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ശ്രദ്ധയൊന്നും എങ്ങോട്ടും പോകണ്ട. ഇനിയുള്ള ദിവസങ്ങളിൽ ഓൾറെഡി ആദ്യ ഫേസുകളിൽ പരീക്ഷ കഴിയുന്നവര് GKയുടെയും മറ്റു ഭാഗങ്ങളും നമ്മളുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഉടനെ തന്നെ നിങ്ങൾക്ക് തന്നു തുടങ്ങാൻ പോവുകയാണ്. ആ ക്ലാസ്സുകളും പഠിച്ച് പതുക്കെ റിവൈസ് ചെയ്ത് തുടങ്ങുക. അല്ലാത്ത കുട്ടികൾ GK വൃത്തിയായി പഠിക്കുക. സെക്കൻഡ് ഫേസും തേർഡ് ഫേസിന്റെ കുട്ടികൾ GK പഠിക്കുക. ആ GK ആണ് നിങ്ങൾക്ക് എവിടേക്ക് വരാൻ പോകുന്നത്? മെയിൻസിലെ പേപ്പറിലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടായിട്ടുണ്ട്. സോ ടെൻഷൻ അടിക്കാതെ, അയ്യോ സ്പെഷ്യൽ ടോപ്പിക് എപ്പോഴേ പഠിക്കണമല്ലോ ഒന്നും ടെൻഷൻ അടിക്കാതെ നിങ്ങൾ പ്രിലിംസ് വളരെ കൃത്യമായി GK പഠിച്ച് പോവുക. അതിനുവേണ്ടിയാണ് നമ്മൾ GKയുടെ ടാർഗറ്റ് GK ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നത്. കൃത്യമായി പഠിക്കുക, ടെൻഷൻ മുഴുവൻ മാറ്റിവെക്കുക. ടെൻഷൻ കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല മക്കളെ. ടെൻഷൻ മാറ്റി വെക്കുക, പഠിക്കുക, വൃത്തിയായി റിലാക്സ്ഡ് ആയി പരീക്ഷിക്കുക. നമുക്ക് മെയിൻസിൽ നമുക്ക് ഒന്നിച്ച് എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാം. ഒരു പേടിയും വേണ്ട, പ്രിലിംസ് നിങ്ങൾ ക്ലിയർ ആവും കേട്ടോ, സംശയമേ വേണ്ട. ഓക്കെ, കോഴ്സ് ഫീ 2999, ഇൻക്ലൂഡിംഗ് ദിസ് സ്റ്റഡി പ്ലാൻ, ഇൻക്ലൂഡിംഗ് ദീസ് 2 സ്പെഷ്യൽ ടോപ്പിക്സ്. ആ സ്റ്റാൻഡേർഡ് നിങ്ങൾ തന്നെ ക്ലാസ് കണ്ട് തീരുമാനിക്കുക. നമ്മുടെ കൂടെ ജോയിൻ ചെയ്യണോ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കുക. നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ട് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ വിത്ത് എ പ്രോപ്പർ സ്റ്റഡി പ്ലാൻ, വിത്ത് എ 60 ഡേ സ്റ്റഡി പ്ലാൻ, കൃത്യമായി സിലബസും പ്രധാനപ്പെട്ട പോയിന്റുകളും പഠിച്ച് പരീക്ഷ എഴുതി ഫൈനൽ ഫുൾ ടെസ്റ്റുകളും എഴുതിയിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും? നമ്മൾ എക്സാം ഹാളിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യണം. സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന 2 നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, വിളിക്കാം. ബാക്കി ലിങ്കുകളൊക്കെ ഞാൻ നിങ്ങളുടെ വീഡിയോയുടെ ഇടയിൽ കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി അപ്പോൾ സമയം ഇനിയും വൈകിക്കാനായിട്ടില്ല. നമ്മൾ കേരള ഹിസ്റ്ററിയുടെ പഠനത്തിലേക്ക് കടക്കുകയാണ്.
എന്തെല്ലാം ടോപ്പിക്കുകളാണ് നമ്മൾ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ട് കവർ ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ദിവസം നമ്മൾ ഈ കാര്യങ്ങളും ഈ പറഞ്ഞ ഹെഡിങ്ങുകളുടെ അടിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കേരള ഹിസ്റ്ററി GK ടാർഗറ്റ് GK നമ്മൾ പഠിച്ച് അവസാനിപ്പിക്കുന്നത് 2 ക്ലാസ്സുകളിലായിട്ട്. ഏതാണ്ട് 2 മണിക്കൂറോളം അല്ലെങ്കിൽ അതിന് ഇത്തിരി മുകളിലായിട്ട് മൊത്തം ടോട്ടൽ ക്ലാസ് വരും. ഇന്നത്തെ ദിവസത്തെ ആദ്യ 1 മണിക്കൂർ ക്ലാസ്സിൽ നമ്മൾ ഈ കാണുന്ന ആദ്യ 3 ഭാഗങ്ങൾ, അറൈവൽ ഓഫ് യൂറോപ്യൻസ്, പോർച്ചുഗീസ്, ഡച്ച്, അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരുടെ വരവും പ്രധാനപ്പെട്ട ഏർലി സ്ട്രഗിളുകളും, അതിനോടൊപ്പം ട്രാവൻകൂർ കിങ്ഡത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, നമുക്കുള്ള സമയം വളരെ ചുരുങ്ങിയ സമയമാണ്. ചുരുങ്ങിയ സമയത്തിൽ പരമാവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സ്പീഡ് ഉണ്ടാകും. അതുപോലെ തന്നെ കൂടുതൽ ഡേറ്റ ഓരോ സ്ലൈഡിലും ഉൾപ്പെടുത്തണം എന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ സ്ലൈഡുകളിൽ അക്ഷരങ്ങൾ കുറച്ച് ചെറുതായിരിക്കും. അത്രയും ഡേറ്റ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അവയൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ അവസാന നിമിഷത്തിൽ അത്രയധികം എഫേർട്ട് ഇട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യമാണെന്ന് പ്രത്യേകം ഓർക്കാനായിട്ടും കൂടി ശ്രമിക്കുക. നോക്കൂ, പ്രധാനമായിട്ട് നിങ്ങൾ ആദ്യം ഈ 2 ഭാഗങ്ങൾ, പോർച്ചുഗീസുകാരുടെ തുടങ്ങിയിട്ടുള്ള, ഇംഗ്ലീഷുകാരുടെ തുടങ്ങിയിട്ടുള്ള യൂറോപ്യന്മാരുടെ വരവും, അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങൾ നമ്മുടെ തിരുവിതാംകൂറും മറ്റ് നാട്ടുരാജ്യങ്ങളും. അപ്പൊ ഇവരുമായി ബന്ധപ്പെട്ട് പുരാതനമായ പല പേരുകളുമുണ്ട്. ഈ പേരുകൾ, ഈ കാര്യങ്ങൾ പലപ്പോഴും ചോദ്യങ്ങളായി വന്നിട്ടുണ്ട്. നോക്കൂ, പറങ്കികൾ എന്നറിയപ്പെട്ടത് പോർച്ചുഗീസുകാരായിരുന്നു. ലന്തക്കാർ എന്നറിയപ്പെട്ടത് ഡച്ച് നെതർലാൻഡുകാരായിരുന്നു. വെള്ളക്കാരെന്നും ശീമക്കാരും എന്നറിയപ്പെട്ടത് ഇംഗ്ലീഷുകാരായിരുന്നു. പരന്ത്രീസുകാർ എന്നറിയപ്പെട്ടത് ഫ്രഞ്ചുകാരും യവനർ എന്ന പേരിൽ അറിയപ്പെട്ടത് ഗ്രീക്കുകാരുമായിരുന്നു. ഇത് വളരെ കൃത്യമായി ഓർത്തു വെക്കുക. ഇതുപോലെ തന്നെ പുരാതനമായിട്ടുള്ള ചില പേരുകൾ, സ്വരൂപങ്ങൾ എന്ന പേരിൽ ചില പേരുകളുണ്ട് ഓരോരോ രാജവംശങ്ങൾക്കും. എന്തൊക്കെയാണത്? തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെട്ടത് തിരുവിതാംകൂർ രാജവംശമായിരുന്നു എന്നുണ്ടെങ്കിൽ പെരുമ്പടപ്പ് സ്വരൂപം എന്ന പേരിൽ അറിയപ്പെട്ടത് കൊച്ചിക്കാരായിരുന്നു. നെടിയിരുപ്പ് സ്വരൂപം എന്ന് കോഴിക്കോടിനെ, സാമൂതിരി ഉൾപ്പെടെയുള്ള സാമൂതിരിയുടെയും മറ്റുമുള്ള ആ ഒരു രാജവംശത്തിന് നെടിയിരുപ്പ് സ്വരൂപം എന്ന് വിളിച്ചപ്പോൾ ഇളയിടത്ത് സ്വരൂപം എന്ന പേര് കൊട്ടാരക്കര രാജവംശത്തിന് വന്നു. ചിറവാ സ്വരൂപം എന്ന പേരിൽ അറിയപ്പെട്ടത് വേണാടിലെ രാജവംശമായിരുന്നു. ഓക്കെ അല്ലേ? കൃത്യമായിട്ട് ഇവ ആലോചിക്കാനും ഓർത്തിരിക്കാനും ശ്രദ്ധിക്കുക. യൂറോപ്യന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഴയ പേരുകളും അതുപോലെ തന്നെ ഇവിടുത്തെ രാജവംശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഴയ പേരുകളും രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഓർക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? കൃത്യമാണ് ആ ഭാഗം എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ആദ്യത്തെ സ്ലൈഡിലേക്ക് പഠിക്കാനുള്ള, ഇത് ആദ്യത്തെ സ്ലൈഡ് തന്നെയാണ്, പഠിക്കാനുള്ളതാണ്. പോർച്ചുഗീസുകാരുടെ വരവിലേക്ക്, അറൈവൽ ഓഫ് ദ യൂറോപ്യൻസിലേക്ക് നമുക്ക് കടക്കാം. നോക്കൂ, ഇവിടെ ആദ്യമായിട്ട് പറയുന്നൊരു കാര്യം എന്തൊക്കെയാണ്? ടൈം ലൈൻ ഇവിടെ കൃത്യമായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടൈം ലൈൻ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ 1498 വാസ്കോഡ ഗാമ കാപ്പാട് വന്നിട്ട് കപ്പലിറങ്ങുന്നത്. അത് ക്ലിയർ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിൽ പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും നമുക്ക് ഇല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തോട്ട്, എവിടുന്നാണ്? ലിസ്ബണിൽ നിന്നാണ് ഇദ്ദേഹം വരുന്നത് അല്ലെ? എവിടുന്നാണ്? ലിസ്ബണിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം സഞ്ചരിച്ച കപ്പലിന്റെ പേരെന്തായിരുന്നു? സെന്റ് ഗബ്രിയേൽ അല്ലെ? സെന്റ് ഗബ്രിയേൽ എന്ന് പറയുന്ന ഒരു കപ്പലിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്. അതുപോലെ തന്നെ സെയിന്റ് റാഫേൽ ദി ബെറിയോ, ഇങ്ങനെ 2 കപ്പലുകൾ കൂടി അദ്ദേഹത്തിന്റെ യാത്രയിൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ളതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഞാൻ പിന്നെ പറയാൻ നിൽക്കുന്നില്ല. അതായത് അറബികൾ എന്ത് ചെയ്യുന്നുണ്ട്? 1453 അറബികൾ എന്ത് ചെയ്യുന്നു? കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുകയാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ ടർക്കികൾ അല്ലെ? കൃത്യമായിട്ട് പറയാൻ ആരാണ്? ടർക്കി. അപ്പൊ ടർക്കിഷ് അവിടുത്തെ ആളുകൾ എന്ത് ചെയ്യുന്നു? കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നു. ഇതോടുകൂടിയിട്ട് പോർച്ചുഗീസുകാർക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരു കരമാർഗമല്ലാത്ത കടൽ മാർഗം വേണമെന്ന് പറഞ്ഞ് അവരുടെ പര്യവേക്ഷണങ്ങൾ ആരംഭിക്കുകയും അങ്ങനെ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ എന്ത് ചെയ്യുന്നു? കടലിലൂടെ എത്തുകയാണ് അല്ലെ? അതാണ് ഇദ്ദേഹം വാസ്കോഡ ഗാമ വന്ന് സാമൂതിരിയെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വളരെ വാമായിട്ടുള്ള വെൽക്കം ഒന്നും അല്ല ലഭിക്കുന്നത്. അതിനെ തുടർന്ന് സാമൂതിരിയുമായിട്ട് പതുക്കെ എന്ത് ചെയ്യുകയാണ്? സാമൂതിരിയുമായിട്ട് ഒരു കൃത്യമായ കച്ചവട ബന്ധം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. സാമൂതിരി ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കോലത്ത് നാട് കിടക്കുന്നുണ്ട്. തൊട്ട് താഴത്തേക്ക് കൊച്ചിയുമുണ്ട്. സാമൂതിരി ഓൾ പവർഫുൾ ആയതുകൊണ്ട് തന്നെ കോലത്ത് നാടും കൊച്ചിയും അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല സാമൂതിരിയുമായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സാമൂതിരിയുടെ ഇവിടെ വന്നിട്ട് നല്ല ഒരു സ്വീകരണം കിട്ടാതിരുന്നപ്പോൾ കോലത്ത് നാടിലേക്കും അതുപോലെ തന്നെ കൊച്ചിയിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? വാസ്കോഡ ഗാമ നല്ല ബന്ധമുണ്ടാക്കാൻ നോക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും തിരിച്ച് പര്യവേക്ഷണം കഴിഞ്ഞിട്ട്
തിരിച്ച് ലിസ്ബണിലേക്ക് പോകുന്ന സമയത്ത് ഏതാണ്ട് മൊത്തത്തിൽ പര്യവേക്ഷണത്തിന് ചിലവായതിന്റെ 60 ഇരട്ടി ചെയ്യണം, 60 ഇരട്ടി ലാഭമാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത് മൊത്തത്തിലുള്ള അദ്ദേഹത്തിന്റെ പര്യവേക്ഷണം അവസാനിക്കുന്നതോട് കൂടിയിട്ട്. ഇത് വലിയ ന്യൂസായി മാറുന്നു. പിന്നീട് വാസ്കോഡ ഗാമയ്ക്ക് പുറമെ 1500-ന് പെഡ്രോ ആൾവാരസ് കബ്രാൾ രണ്ടാമത്തെ പോർച്ചുഗീസ് എക്സ്പെഡിഷനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. കബ്രാളിന് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാമായിരുന്നു, അറിയാമായിരുന്നു എന്ത് ചെയ്യാണ്, ഇവിടെ അത്ര നല്ലൊരു ഒരു സ്വീകരണം കിട്ടില്ല. എന്നാലും ഈ കബ്രാളിന്റെ കൂടെ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ട് സാമൂതിരിയെ പോയി കണ്ട ആളുടെ പേരെന്തായിരുന്നു, ഐറിസ് കൊറിയ. എന്തായിരുന്നു, ഐറിസ് കൊറിയ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഈ ഐറിസ് കൊറിയ എന്ത് ചെയ്യുന്നുണ്ട്, അവിടേക്ക് സാമൂതിരിയുമായി പോയിട്ട് തൽക്കാലത്തേക്ക് ഒരു വ്യാപാരശാല ഉണ്ടാക്കാനുള്ള ഒരു സമ്മതമൊക്കെ വാങ്ങുന്നുണ്ട്. പക്ഷേ പോർച്ചുഗീസുകാരുടെ ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ശത്രുക്കൾ കോഴിക്കോട് കച്ചവടം നടത്തുന്ന അറബികളായിരുന്നു, അല്ലെ? അത് അവരുടെ റിലീജിയസ് തലത്തിലാണെങ്കിലും കച്ചവട തലത്തിലാണെങ്കിലും ഇവർ ശത്രുക്കളായിരുന്നു, അല്ലെ? കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതും അറബികൾ തന്നെയാണ്. അപ്പോൾ ഇവരെ ഇവിടുന്ന് പുറത്താക്കണം, ഇവരുടെ പണ്ടകശാലകളൊക്കെ എന്താണ് അടച്ചുപൂട്ടണം എന്നൊക്കെയായിരുന്നു പോർച്ചുഗീസുകാരുടെ ആവശ്യം. ഇത് നടന്നില്ല. അവസാനം അറബികളാണെങ്കിൽ കാലങ്ങളായി ഇവിടെ എന്താണ് കച്ചവടം ചെയ്യുന്ന ആളുകളാണ്, ലോക്കലായിട്ടുള്ള ആളുകളുമായിട്ട് അവർക്ക് നല്ല ബന്ധമുണ്ട്. അപ്പൊ ലോക്കലായിട്ടുള്ള ആളുകളും അറബികളും എന്ത് ചെയ്യുകയാണ്, ഇവരുടെ അതായത് തുറമുഖത്തുണ്ടായിരുന്ന കുറെ അറബിക് കപ്പലുകൾ പോർച്ചുഗീസുകാർ പിടിച്ചെടുത്തതിൽ പ്രതിഷേധിച്ചിട്ട് അറബികളും ലോക്കലായിട്ട് ആളുകളും കൂടിയിട്ട് ഇവരുടെ ഈ പണ്ടകശാലകളൊക്കെ എന്ത് ചെയ്യുകയാണ്, അങ്ങോട്ട് അടിച്ച് തകർക്കുകയും അതുപോലെ തന്നെ പോർച്ചുഗീസുകാരായിട്ടുള്ള ആൾക്കാരുടെ വ്യാപാരശാല നശിപ്പിക്കുന്നു. പോർച്ചുഗീസുകാരിൽ ഉണ്ടായിരുന്ന കുറെ പേരെ കൊന്നൊടുക്കുകയാണ്. കബ്രാൾ എന്ത് ചെയ്യുന്നു, ഭയപ്പെടുകയാണ്. അദ്ദേഹം വേഗം ഇവിടെ നിന്ന് കപ്പലെടുത്ത് പോവുകയാണ്, അല്ലെ? അപ്പൊ ഈ രീതിയിൽ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിലുള്ള ബന്ധം വഷളായി എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ കൊച്ചിയിലേക്ക് പോയ കബ്രാളിന് നല്ല സ്വീകരണം കിട്ടുകയാണ്. അവിടെ നിന്ന് ആവശ്യമായ രീതിയിലുള്ള കുരുമുളകും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നു. അവിടെ വ്യാപാരശാല നിർമ്മിക്കാനൊക്കെ അനുവാദം കൊടുക്കുകയാണ്. അപ്പൊ ഇതോട് കൂടിയിട്ട് എന്ത് സംഭവിക്കുകയാണ്, വളരെ കൃത്യമായിട്ട് കബ്രാളിനും പോർച്ചുഗീസുകാർക്കും മനസ്സിലാവുകയാണ്, ഈ രണ്ട് അപ്പുറവും ഇപ്പുറമുള്ള ആൾക്കാരെ പിടിച്ചാൽ മതി, സാമൂതിരിയുടെ അടുത്ത് നിന്ന് വലുതായിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന്. പിന്നീട് 502-ൽ വാസ്കോഡ ഗാമയുടെ സെക്കൻഡ് വോയേജ് നടക്കുന്നു, അല്ലെ? ഇതിനിടയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, കൊച്ചി ആവശ്യമായ സഹായം പോർച്ചുഗീസുകാർക്ക് ചെയ്തു കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് സാമൂതിരിയും കൊച്ചിയും തമ്മിൽ പോരാട്ടങ്ങൾ ആരംഭിക്കുകയാണ്. ഇതിനെ തുടർന്ന് എന്ത് ചെയ്യുകയാണ്, 1503-ൽ പോർച്ചുഗീസുകാർ കൊച്ചിയെ നാവികപരമായി സഹായിച്ചതിനെ തുടർന്ന് ഫോർട്ട് മാനുവൽ കെട്ടപ്പെടുകയാണ്. ഫസ്റ്റ് പോർച്ചുഗീസ് ഫോർട്ട് അറ്റ് കൊച്ചിയാണ് വരുന്നത്. ഇനി ഈ 1503-ലെ ഫോർട്ട് മാനുവലിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ഈ പ്രത്യേകത? ഇത് ആരാ കെട്ടുന്നത്, അൽഫോൻസോ ഡെ ആൽബുക്കുർക്ക്. അന്ന് ഇദ്ദേഹം എന്തല്ല, വൈസ്രോയ് അല്ലെങ്കിൽ ഗവർണർ ഒന്നും ആയിട്ടില്ല കേട്ടോ. 1503-ൽ അദ്ദേഹം ഗവർണറും വൈസ്രോയും ഒന്നും ആയിട്ടില്ല. അതിന് മുമ്പ് തന്നെ ആൽബുക്കുർക്ക് വന്നിട്ടാണ് നാവികപരമായിട്ട് കൊച്ചിയെ സഹായിക്കുന്നത്. ഇതിനെ തുടർന്ന് കൊച്ചിയിൽ ഒരു കോട്ട കെട്ടാൻ അനുവാദം കിട്ടുന്നു. ഫോർട്ട് മാനുവൽ കിട്ടുകയാണ് 1503-ൽ. ഇതാണ് യൂറോപ്യന്മാർ, പോർച്ചുഗീസുകാരല്ല, മൊത്തം യൂറോപ്യന്മാർ കെട്ടിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോട്ടയായിട്ട് ഫോർട്ട് മാനുവൽ മാറി. അന്ന് മാനുവൽ രാജാവായിരുന്നു, അതുകൊണ്ടാണ് ഫോർട്ട് മാനുവൽ എന്ന് പേര് കൊടുക്കുന്നത്. 1505-ൽ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി നിയമിക്കപ്പെടുകയാണ്. ഫ്രാൻസിസ്കോ ഡെ അൽമേഡയായിരുന്നു ഈ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. 1509 വരെ അദ്ദേഹം തുടർന്ന് അൽഫോൻസോ ഡെ ആൽബുക്കുർക്ക്. ഈ ഡേ എന്ന് പറയുന്ന ഇതാണ് എന്ത് ചെയ്യുന്നത്, കഴിഞ്ഞ ഫസ്റ്റ് ഫേസിൽ ഈ ഡേ എന്ന് പറയുന്ന വാക്ക് ചേർത്താണ് പോർച്ചുഗീസ് സാമ്രാജ്യം എന്നുള്ള പേര് തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് അറിയുമോ എന്ന് അവർ പരീക്ഷിച്ചിരുന്നത്, അല്ലെ? അപ്പൊ ഡേ എന്ന് പറയുന്ന വാക്കൊക്കെ ശ്രദ്ധിച്ചാൽ അത് നമുക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. നിങ്ങൾക്ക് ആൻസർ ചെയ്തിട്ടുണ്ടാവും ബാക്കി എഴുതിയ ആളുകൾ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അൽഫോൻസോ ഡെ ആൽബുക്കുർക്ക് എന്ത് ചെയ്യുന്നു, ഗവർണർ ആകുന്നു. നോക്കൂ, അദ്ദേഹം വൈസ്രോയി എന്നുള്ള പേരല്ല ആ സമയത്ത് കിട്ടുന്നത്, അദ്ദേഹത്തിന് ഗവർണർ എന്ന് പറയുന്ന പേരാണ് കിട്ടുന്നത് കേട്ടോ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഈ 1509 മുതൽ 1500 പിന്നീട് അദ്ദേഹത്തിന്റെ 1509 മുതൽ 15 വരെയുള്ള കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ അൽഫോൻസോ ഡെ ആൽബുക്കുർക്കാണ് പോർച്ചുഗീസുകാരുടെ സാമ്രാജ്യം എന്ത് ചെയ്യുന്നത്, ഇവിടെ ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ ശരിക്കുമുള്ള ഇവിടത്തെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അൽഫോൻസോ ഡെ ആൽബുക്കുർക്കാണ്. ആദ്യ വൈസ്രോയി ഫ്രാൻസിസ്കോ ഡെ അൽമേഡ ആണെങ്കിൽ പോലും. മനസ്സിലായോ? ഇനി ഈ ആൽബുക്കുർക്കിന്റെ കീഴിലാണ് നമ്മളുടെ ഇവിടെ മിശ്ര കോളനി വ്യവസ്ഥ, മിക്സ്ഡ് മാരേജ് സിസ്റ്റം, അതുപോലെ തന്നെ കൊച്ചിയിൽ ഒരു പുതിയ എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇത് ഈ ആൽബുക്കുർക്ക് ഈ സമയത്തല്ല, പക്ഷെ എന്താണ്, ഫോർട്ട് മാനുവൽ പണിയുന്നത് ആൽബുക്കുർക്ക് തന്നെയാണ്. ഗോവ എടുക്കുന്നു ബിജാപ്പൂർ സുൽത്താന്റെ അടുത്ത് നിന്ന്, അല്ലെ? ആരുടെ അടുത്താണ് പിടിച്ചെടുക്കുന്നത്,
ബിജാപ്പൂർ സുൽത്താന്റെ അടുത്ത് നിന്ന് ഗോവ പിടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആൽബുക്വിർക്കിന്റെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. 510 പോർച്ചുഗീസുകാർ ഗോവ എന്ത് ചെയ്യുന്നത്, പിടിച്ചെടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഫ്രാൻസിസ്കോ ഡെ അൽമയുടെ ആദ്യത്തെ വൈസ്രോയി ആയിട്ട് എന്താണ് ഇവിടേക്ക് നിയമിക്കപ്പെട്ടിട്ട്, ഫസ്റ്റ് വൈസ്രോയി ആയിട്ട് നിയമിക്കപ്പെട്ട് ഇദ്ദേഹത്തിന്റെ പോളിസി ആയിരുന്നു ബ്ലൂ വാട്ടർ പോളിസി അഥവാ നീലജല നയം എന്ന് പറയുന്നത്. എന്താ നീലജല നയം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്, കടല് നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. മനസ്സിലാവും, ഇപ്പോഴുമുള്ള പ്രധാനപ്പെട്ട നയങ്ങളിൽ ഒന്ന് അല്ലെ. ഇപ്പൊ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിന്റെ പേരിലൊക്കെ യുദ്ധം ഉണ്ടാവുന്നില്ലേ, നമ്മള് മലാക്ക സ്ട്രേറ്റിന്റെ ഇപ്പുറത്ത് നമ്മൾ ആൻഡമാനിൽ നമ്മൾ ശക്തി എന്താണ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതൊക്കെ എന്താണ്, വേറെ ഇന്നത്തെ കാലത്ത് നീലജല നയത്തിന്റെ ഉദാഹരണമാണ് അതെല്ലാം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ബാറ്റിൽ ഓഫ് ദ്വീപ് വളരെ ഫേമസ് ആയിരുന്നു, 1509 എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ശേഷം വാസ്കോഡ ഗാമ 3ാമത്തെ തവണ തിരിച്ചു വരികയാണ്. പക്ഷേ 1524 വാസ്കോഡ ഗാമയുടെ 3ാമത്തെ അവസാനത്തെ വരവ് എന്ന് പറയുന്നത് വൈസ്രോയി ആയിട്ടായിരുന്നു. വാസ്കോഡ ഗാമയുടെ 3rd വരവ് 1524 ഹി വാസ് അപ്പോയിന്റഡ് ആസ് വൈസ്രോയി. ആൻഡ് കൊച്ചിയിൽ ഈ 1524 ഡിസംബർ മാസത്തിൽ അദ്ദേഹം മരണപ്പെടുകയാണ് പിന്നീട് ചെയ്യുന്നത് എന്നുകൂടി എന്ത് ചെയ്യുക, ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡിസംബർ 24 ക്രിസ്മസിന്റെ തലേ ദിവസമാണ് എന്ത് ചെയ്യുന്നത്, 3ാമത്തെ വോയേജിൽ വൈസ്രോയി ആയിട്ട് ഇവിടേക്ക് വന്ന വാസ്കോഡ ഗാമ മരണപ്പെടുന്നത്. കുറെ കാലം ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഫോർട്ട് കൊച്ചിയിലെ പള്ളിയിൽ തന്നെ സൂക്ഷിച്ചിരുന്നു എന്നുണ്ടെങ്കിലും പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അത് ലിസ്ബണിലേക്ക് തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഓർക്കാനായിട്ട് എന്ത് ചെയ്യുക, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഈ പോർച്ചുഗീസുകാരുടെ ഇവിടെയുള്ള പിന്നീടുള്ള കുറെ കാലഘട്ടങ്ങളിൽ കുഞ്ഞാലി മരക്കാർമാരുമായിട്ടുള്ള യുദ്ധങ്ങളും ഒക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1600 4ാമത്തെ കുഞ്ഞാലി മരക്കാർ വധിക്കപ്പെടുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് പോർച്ചുഗീസുകാർ പതുക്കെ താഴത്തോട്ട് വരുന്നത് കാണാം. അവസാനം 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കൊച്ചിയിൽ വെച്ച് അത് താഴെങ്ങ് ശ്രീലങ്ക മുതൽ ഇങ്ങോട്ട് പോർച്ചുഗീസുകാരുടെ ഓരോരോ സ്ഥലങ്ങളായിട്ട് ഡച്ചുകാർ പിടിച്ചെടുത്ത് വരികയായിരുന്നു. അവസാനം എന്ത് ചെയ്തു, 663 കൊച്ചിയിൽ വെച്ച് കൂടി പരാജയപ്പെടുത്തിയോട് കൂടിയിട്ട് പോർച്ചുഗീസ് പവറിന്റെ ഇവിടുത്തെ അവസാനം നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ബാക്കി ഗവർണർമാരുടെ ലിസ്റ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. നിനോഡ കുൻഹയെ പ്രത്യേകം ആലോചിക്കുക. 623 മുതൽ 538 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വൈസ്രോയി ആയിട്ട് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഇദ്ദേഹമാണ് ചാലിയം കോട്ട 1531 ഇവിടെ കെട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 1531 അദ്ദേഹം കെട്ടുന്നുണ്ട്. 1571 3ാമത്തെ കുഞ്ഞാലിമരക്കാർ 3rd കുഞ്ഞാലിമരക്കാരുടെ നേതൃത്വത്തിൽ സാമൂതിരി എന്താണ് ഈ ചാലിയം കോട്ട എന്ത് ചെയ്യുന്നുണ്ട്, കീഴ്പ്പെടുത്തുകയും ചെയ്യും. ചാലിയം കോട്ടയാണ് ഏത് പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്, സാമൂതിരിയുടെ കണ്ഠത്തിലേക്ക് നീട്ടിയ പീരങ്കി. അത്രയും സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലത്തായിരുന്നു ഈ കോട്ട ഉണ്ടായിരുന്നത്. അത് വളരെയധികം പ്രശ്നമുള്ള ഒരു കാര്യം കൂടി ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? പ്രധാനപ്പെട്ട കുറെ പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇനി ചില കീ ഫാക്ടുകൾ ഓർത്തിരിക്കുക. വാസ്കോഡ ഗാമയെ നമ്മളുടെ തീരത്തേക്ക് എത്തിച്ച ഗുജറാത്തി നാവിഗേറ്ററുടെ പേര് അബ്ദുൾ മജീദ് എന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കോഴിക്കോടിലെ ആ സമയത്തെ റൂളർ അറിയപ്പെട്ടിരുന്നത് ജമൂറിൻ, ഇംഗ്ലീഷിൽ ജമൂറിൻ, മലയാളത്തിൽ സാമൂതിരി. മാനവിക്രമൻ രാജയായിരുന്നു ആ സമയത്ത് സാമൂതിരി ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കൊച്ചി റൂളർ ആയിരുന്നു പോർച്ചുഗീസുകാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തത്. ഇതിനെ തുടർന്ന് ബാറ്റിൽ ഓഫ് കൊച്ചി നടക്കുന്നുണ്ട് 1504. പോർച്ചുഗീസുകാർ എന്ത് ചെയ്യുന്നുണ്ട്, കൊച്ചിയെ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. പക്ഷേ സാമൂതിരി കനത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങൾ കൊച്ചിക്ക് വരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇനി ഫസ്റ്റ് യൂറോപ്യൻ ചർച്ച് ഇൻ ഇന്ത്യ സ്ഥാപിക്കപ്പെടുന്നത് സെന്റ് ഫ്രാൻസിസ് ചർച്ചാണ് കൊച്ചിയിൽ 1503. ഇവിടെയായിരുന്നു വാസ്കോഡ ഗാമ മരിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആദ്യ കാലഘട്ടത്തിൽ സൂക്ഷിച്ചത്. ഈ സെന്റ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചിയിൽ ആയിരുന്നു. 503 തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആൽബുക്വർക്ക് ഇവിടെ സഹായിക്കാനൊക്കെ വന്നതിന് ശേഷം 1503 മാനുവൽ കോട്ട അഥവാ പള്ളിപ്പുറം കോട്ട അഥവാ ആയക്കോട്ട എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്ന കോട്ട പണിതത് ഇതേ കാലഘട്ടത്തിൽ തന്നെ ആയിരുന്നു. പോർച്ചുഗീസുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു ഇവിടെ കാഷ്യൂ, ടൊബാക്കോ, ടൊമാറ്റോ, പപ്പായ തുടങ്ങിയവയൊക്കെ, മരച്ചീനി അല്ലെ. ഇതൊക്കെ ആരാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്? ഇതൊക്കെ കൊണ്ടുവരുന്നത് പോർച്ചുഗീസുകാർ ആയിരുന്നു. 1542 എന്ത് ചെയ്യുന്നുണ്ട്, സെന്റ് ഫ്രാൻസിസ് സേവിയർ ഗോവയിൽ വരുന്നുണ്ട്. ഇദ്ദേഹമാണ് പോർച്ചുഗീസുകാരുടെ പേരിൽ ഇവിടെ വന്നിട്ട് ക്രിസ്ത്യാനിറ്റിയുടെ ഇവിടത്തെ പടരലിന്, അദ്ദേഹം കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട്,
ക്രിസ്ത്യാനിറ്റിയുടെ നമ്മളുടെ ഈ ഒരു സൗത്ത് വെസ്റ്റേൺ ഇന്ത്യയിലുള്ള ഒരു സ്പ്രെഡിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തി സെന്റ് ഫ്രാൻസിസ് എക്സേവിയർ ആണ് എന്നാണ് കരുതപ്പെടുന്നത്. പോർച്ചുഗീസുകാർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കണ്ണൂരിൽ ഒരു കോട്ട കിട്ടുന്നുണ്ട്. സെന്റ് ആഞ്ചലോ ഫോർട്ട് എന്നത് പിന്നീട് അറിയപ്പെട്ടു. 1505 ഇതിന്റെ അനുമതി ലഭിക്കുകയും ഇവ നിർമ്മിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് കൂടി എന്ത് ചെയ്യുക, ഓർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സംശയങ്ങൾ ഒന്നുമില്ല എന്ന് എന്ത് ചെയ്യുകയാണ്, വിചാരിക്കുകയാണ്. റൈറ്റ്. ഇനി ആരാണ്? കുഞ്ഞാലി മരയ്ക്കാമാരുണ്ടായിരുന്നു അല്ലെ. കുഞ്ഞാലി മരയ്ക്കാമാരായിരുന്നു നമ്മളുടെ സാമൂതിരിയുടെ നേവൽ ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട ആരെന്ന് പറയുന്നത്, ഒരു നട്ടെല്ല് എന്ന് പറയുന്നത്. അപ്പൊ ഈ കുഞ്ഞാലി മരയ്ക്കാമാർ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ട കുറെ റോളുകൾ ഈ കുഞ്ഞാലി മരയ്ക്കാമാര് വഹിച്ചിട്ടുണ്ട്. ഇവരെ കുറിച്ചിട്ടുള്ള വളരെ എന്താ പറയുക, ചുരുങ്ങിയ ചില കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇവരുടെ ആസ്ഥാനം, കുഞ്ഞാലി മരയ്ക്കാമാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കോട്ടയ്ക്കലായിരുന്നു. എവിടെയായിരുന്നു? കോട്ടയ്ക്കലായിരുന്നു കുഞ്ഞാലി മരയ്ക്കാമാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നത്? ഇത് പുതുപ്പണം കോട്ട എന്ന പേരിൽ കൂടി ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നു. അവിടെ അവർ എന്താണ് ഒരു കാര്യമൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറെ എന്തുണ്ട്, കുഞ്ഞാലി മരയ്ക്കാമാരുണ്ട് അല്ലെ. കുറെ കുഞ്ഞാലി മരയ്ക്കാമാർ ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം. ആദ്യത്തെ ആളുടെ പേരായിരുന്നു കുട്ടി അഹമ്മദ് അലി. എന്തായിരുന്നു ആദ്യത്തെ ആളുടെ പേര്? കുട്ടി അഹമ്മദ് അലി. കുട്ടി അഹമ്മദ് അലി എന്നായിരുന്നു ഒന്നാമത്തെ കുഞ്ഞാലി മരയ്ക്കാരുടെ പേര്, കുട്ടി അഹമ്മദ് അലി. ഈ കുട്ടി അഹമ്മദ് അലിക്ക് പല രീതിയിലുള്ള എന്താ പറയുക, ഇത് ഓരോരുത്തർക്കും ഓരോരോ സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഇതിൽ കുട്ടി അഹമ്മദ് അലി ഭയങ്കരമായിട്ട് പോർച്ചുഗീസുകാർക്ക് വലിയ നഷ്ടം ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നയമായിരുന്നു എന്ത്? അടിച്ചിട്ട് കടന്നു കളയുക. അടിച്ചിട്ട് കടന്നു കളയുക. എന്താണ് അടിച്ചിട്ട് കളയുക? നമ്മുടെ ഗറില്ല വാർഫെയർ, എവിടുന്ന് പെട്ടെന്ന് ഒരു അറ്റാക്ക് നടത്തി, അറ്റാക്ക് കഴിഞ്ഞ് അവർ തിരിച്ചടിക്കാൻ റെഡി ആകുമ്പോഴേക്കും അറ്റാക്കും കഴിഞ്ഞിട്ട് ആളുകൾ പോയിട്ടുണ്ടാവും. നല്ല നാശനഷ്ടം വന്നു എന്നല്ലാണ്ട് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുകയുമില്ല. മനസ്സിലാവുണ്ടോ? ഇതായിരുന്നു കുട്ടി അഹമ്മദ് അലിയുടെ ഒരു രീതി എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇങ്ങനെ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ നടക്കുകയാണ്. പിന്നീട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട എന്താ പറയുക, രണ്ടാമത്തെ ആളുടെ പേരെന്തായിരുന്നു? കുട്ടി പോക്കർ. എന്തായിരുന്നു? കുട്ടി പോക്കർ അലി എന്നായിരുന്നു രണ്ടാമത്തെ കുഞ്ഞാലിയുടെ പേര്. മനസ്സിലാവുണ്ടോ? മൂന്നാമത്തെ ആള് ഭയങ്കര ഫേമസ് ആണ്. അദ്ദേഹമാണ് പട്ടുമരയ്ക്കാർ. എന്താണ്? പട്ടുമരയ്ക്കാർ അല്ലെങ്കിൽ പടമരയ്ക്കാർ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന മരയ്ക്കാറായിരുന്നു ആരെന്ന് പറയുന്നത്, മൂന്നാമത്തെ ആള്. ഇദ്ദേഹം മാത്രമാണ് യുദ്ധത്തിൽ കൊല്ലപ്പെടാതെ സർവൈവ് ചെയ്ത് രക്ഷപ്പെട്ടു പോയിട്ടുള്ള ഒരേ ഒരു കുഞ്ഞാലി മര, സ്വാഭാവികമായിട്ടുള്ള മരണം ലഭിച്ച ഒരേ ഒരു മരയ്ക്കാർ, കുഞ്ഞാലി മരയ്ക്കാർ ഈ മൂന്നാമത്തെ ആളായിട്ടുള്ള പട്ടുമരയ്ക്കാർ അല്ലെങ്കിൽ പടമരയ്ക്കാറാണ്. നമ്മൾ 1531 ചാലിയം കോട്ട ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ? ഈ ചാലിയം കോട്ട നശിപ്പിക്കുന്നത് 1571 ഈ പട്ടുമരയ്ക്കാർ അല്ലെങ്കിൽ പടമരയ്ക്കാരുടെ നേതൃത്വത്തിലുള്ള സൈന്യമായിരുന്നു. കുഞ്ഞാലി മൂന്നാമനാണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ കോട്ടയ്ക്കൽ ഒരു പുതുപ്പണം കോട്ട ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, പുതുപ്പണം കോട്ട എന്നൊക്കെ പറഞ്ഞില്ലേ. ഈ പുതുപ്പണം കോട്ടയൊക്കെ കെട്ടുന്നത് ആരായിരുന്നു? അതൊക്കെ നമ്മളുടെ ഈ മൂന്നാമത്തെ കുഞ്ഞാലി മരയ്ക്കാർ ആയിരുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? നാലാമത്തെ കുഞ്ഞാലിയുടെ സമയം ആയപ്പോഴേക്കും സാമൂതിരിയും, ഈ നാലാമത്തെ കുഞ്ഞാലി പക്ഷേ ഈ മൂറുകളുടെ അധിപൻ മുഹമ്മദ് അലി മരയ്ക്കാർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. എന്തായിരുന്നു പേര്? മുഹമ്മദ് അലി മരയ്ക്കാറാണ്. ഇദ്ദേഹം മൂറുകളുടെ അധിപൻ. മൂറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഈ ഭാഗത്തുണ്ടായിരുന്ന മാപ്പിളകളെയൊക്കെ വിളിച്ചിരുന്ന പേരാണ്. മനസ്സിലോ? മൂറുകളുടെ അധിപൻ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? ഈ അവസാനത്തെ കുഞ്ഞാലി നാലാമനും സാമൂതിരിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ ഒരു വിശ്വാസത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. ഇതിൻ്റെ ഇടയിൽ കുറെ ആൾക്കാർ വേറെയും പ്രവർത്തിക്കുന്നുണ്ട്. അവസാനം കുഞ്ഞാലി നാലാമൻ സാമൂതിരിയുടെ മുന്നിൽ കീഴടങ്ങുകയാണ്. പക്ഷേ സാമൂതിരി എന്ത് ചെയ്യുകയാണ്, ഈ കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർക്ക് കൈമാറ്റം ചെയ്യുന്നു. ചരിത്രം പറയുന്നത് ഇങ്ങനെ കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ തടവിലാക്കുകയുള്ളൂ എന്നൊക്കെയാണ് പോർച്ചുഗീസുകാർ പറഞ്ഞിരുന്നത് എന്നാണ്. പക്ഷേ ഇദ്ദേഹത്തിനെ ക്രൂരമായി വധിക്കുകയാണ്. തലയെല്ലാം വെട്ടി, കൈയും കാലും എല്ലാം വെട്ടിയിട്ട് തലയും മറ്റുമൊക്കെ പ്രദർശനത്തിന് വേണ്ടിയിട്ട് വെക്കുകയൊക്കെ ചെയ്യുകയാണ്. പിന്നീട് അങ്ങോട്ട് പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിലുള്ള ബന്ധം പിന്നീട് എന്താണ്, ഒരിക്കലും ഊഷ്മളമാവുന്നില്ല. പോർച്ചുഗീസുകാരുടെ പതനം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഭാഗം മുതൽ താഴത്തോട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പോർച്ചുഗീസുകാരുടെ ചില രീതി. ഇനി പോർച്ചുഗീസുകാർ നമ്മൾ പറഞ്ഞിരുന്നില്ലേ, അവരുടെ മതനയം എന്ന് പറയുന്നത് വളരെ എന്തായിരുന്നു, മോശമായിരുന്നു. അതായത് അവര് ഇവിടെ തന്നെയുള്ള ക്രിസ്ത്യാനികൾക്കെതിരെ തന്നെ അവരെന്ത് ചെയ്യുമായിരുന്നു, അവർ വളരെ ഒരു ക്രൂരമായ രീതിയിലൊക്കെ പെരുമാറുകയൊക്കെ എന്ത് ചെയ്യുമായിരുന്നു. ഇനി പോർച്ചുഗീസുകാരുടെ ഇവിടുത്തെ ആധിപത്യത്തിന്റെ എന്താ പറയുക എഗെയിനിസ്റ്റ് കോഴിക്കോടുള്ള സാമൂതിരിയും കുഞ്ഞാലി മരയ്ക്കാർ അതിനെതിരെയായിട്ടുള്ള അവരുടെ ശക്തമായിട്ടുള്ള സമരങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു പുസ്തകമാണ് ഏതെന്ന് പറയുന്നത്,
തുഹ്ഫത്തുൽ മുജാഹിദീൻ. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് മനസ്സിലാണോ? തുഹ്ഫത്തുൽ മുജാഹിദീൻ. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മൾ ഇതേ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, എഴുതിയിട്ടുള്ളത്. അപ്പോൾ തുഹ്ഫത്തുൽ മുജാഹിദീൻ വളരെ പ്രധാനപ്പെട്ട എന്താണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇത് എഴുതിയത് ആരായിരുന്നു? ഷെയ്ഖ് സൈനുദ്ദീൻ. ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് എന്ത് ചെയ്യുന്നത്, ഈ കൃതി തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതുന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. കേരളത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ചരിത്രകൃതി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ഇത് തന്നെയാണ്, ഈ തുഹ്ഫത്തുൽ മുജാഹിദീൻ തന്നെയാണ് എന്ന് കൂടി ഓർക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് എഴുതിയിട്ടുള്ള വേറൊരു കാര്യം ഏതായിരുന്നു? ഫത്ഹുൽ മുബീൻ. ഇതായിരുന്നു ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്ന കൃതി ആരായിരുന്നു? ഖാസി മുഹമ്മദ്. ഖാസി മുഹമ്മദ് അല്ലെ. അപ്പൊ ഇദ്ദേഹമാണ് എന്ത് എഴുതുന്നത്, ഫത്ഹുൽ മുബീൻ എഴുതുന്നത്. ഇതും എന്ത് ചെയ്യുക, ഓർത്തു വെക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ തുഹ്ഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് എഴുതിയത്, ചരിത്രകൃതിയാണ്. ഫത്ഹുൽ മുബീൻ ഖാസി മുഹമ്മദ് ആണ് എഴുതിയത് എന്നുള്ള കാര്യവും എന്ത് ചെയ്യുക, ഇതിനോടൊപ്പം ചേർത്ത് ഓർത്തു വെക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഈ ഫത്ഹുൽ മുബീനില്ലേ, ഇതില് ഈ നേരത്തെ പറഞ്ഞ ചാലിയം കോട്ടയൊക്കെ ഉണ്ടായിരുന്നില്ലേ, ചാലിയം ഫോർട്ടിന്റെ തകർത്ത കഥയൊക്കെ, അതൊക്കെ ഈ ഫത്ഹുൽ മുബീനിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഓർത്തു വെക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഇനി ഇവരുടെ എന്താ പറയുക, പോർച്ചുഗീസുകാരുടെ ഭാഗത്ത് നമുക്കറിയാം അല്ലെ, പോർച്ചുഗീസുകാർ ഇവിടെ വരുന്നു, ഇവരുടെ മതനയം എന്ന് പറയുന്നത് വളരെ പ്രശ്നമായിരുന്നു എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ ഈ എന്താ പറയുക മതനയത്തിലെ പ്രശ്നങ്ങൾ കാരണമാണ് പിന്നീട് ഏതെല്ലാം കാര്യങ്ങൾ ഉണ്ടാകുന്നത്, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് എന്താ അറിയോ നിങ്ങൾക്ക്, ഉദയം പേരൂർ സുനഹദോസ് ആണ്. ഏതാണ്? ഉദയം പേരൂർ സുനഹദോസ് ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം എന്തുണ്ടാവുന്നുണ്ട്, അതിനെതിരെയുള്ള ഒരു സമരം എന്നുള്ള രീതിയിൽ കൂനൻ കുരിശ് സത്യവും നടക്കുന്നുണ്ട്. കൂനൻ കുരിശ് സത്യവും. ഇതിന്റെ രണ്ടിന്റെയും വർഷങ്ങൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ നോക്കുക. ഉദയം പേരൂർ സുനഹദോസിന്റെ വർഷം ഏതാണ്, കൂനൻ കുരിശിന്റെ വർഷം ഏതാണ് എന്ന് ഒന്ന് കമന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? കൃത്യമാണല്ലോ. ഇനി നമ്മൾ എങ്ങോട്ട് കിടക്കുന്നു, ഡച്ചുകാരിലേക്ക് കടക്കുകയാണ്. നോക്കൂ, ഡച്ചുകാർ അറിയപ്പെടുന്നത് എന്താ, ഈ പേര് ഓർത്ത് വെക്കുക. ഈ പേര് എന്ത് ചെയ്യുക, ഇതെന്താണ്, ഡച്ച് കമ്പനിയെ VOC എന്ന പേരിലാണ്, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി VOC എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഈ പേരെങ്ങാനും നമ്മുടെ ഏതെങ്കിലും പരീക്ഷയിൽ ചോദിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് നോക്കണം. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ പല രീതിയിലാണ് പല സ്ഥലത്ത് കണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ആ കാര്യത്തിലേക്ക് നയിക്കുന്നില്ല. ഈ VEOEC ഇതാണ് VOC എന്ന പേരിൽ എന്താ അറിയപ്പെടുന്നത്, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അറിയപ്പെടാനായിട്ടുള്ള കാരണം. മനസ്സിലാണോ? ക്യാമ്പയിൻ എന്ന, അതായത് ഇന്ത്യയിലേക്കുള്ള എന്താ പറയുക അവരുടെ ക്യാമ്പയിൻ എന്നുള്ള രീതിയിലാണ് ഈ പേര് ഇട്ടിട്ടുള്ളത്. ഓക്കെ. 1602 എന്ത് ചെയ്യുന്നത്, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് നടക്കുന്നത്. 1604 എന്ത് ചെയ്യുന്നുണ്ട്, ഡച്ച് ഷിപ്പുകൾ പതുക്കെ കേരളത്തിലും കൊച്ചിയിലേക്കുമായിട്ട് എത്തുന്നുണ്ട്. 661 ഡച്ച് കൊച്ചി ട്രീറ്റി ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊന്നും അങ്ങനെ എന്താണ് അങ്ങനെ വല്ലാണ്ട് ചോദിക്കാറില്ല. 1663 എന്ത് നടക്കുന്നുണ്ട്, ഡച്ചുകാര് കൊച്ചി പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഡച്ചുകാർ എന്ത് ചെയ്യുകയാണ്, പിടിച്ചെടുക്കുകയാണ്. 64 എന്ത് ചെയ്യുകയാണ്, പോർച്ചുഗീസുകാരിൽ നിന്ന് പ്രധാനപ്പെട്ട ഫോർട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? 703 എന്നുള്ള വർഷം ഹോർത്തൂസ് മലബാറിക്കസിന്റെ അവസാനത്തെ എന്താ പറയുക ഒരു എന്താ പറയുന്നത് വാള്യം പുറത്തിറങ്ങുന്ന വർഷം 1703 ആണ്. 1741 എന്ത് നടക്കുന്നുണ്ട്, ബാറ്റിൽ ഓഫ് കൊളച്ചൽ നടക്കുന്നുണ്ട്. ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ തോൽപ്പിക്കുകയാണ്. 753 ഇതിനെ തുടർന്ന് മാവേലിക്കര ട്രീറ്റി ഉണ്ടാവുകയാണ്. ഡച്ചുകാര് തിരുവിതാംകൂറിൽ എന്ത് ചെയ്യുകയാണ്, സബോർഡിനേറ്റ് പ്ലെയർ ആയിട്ട് മാറുകയാണ്. 795 കൂടിയിട്ട് ഡച്ചുകാരുടെ പവർ ഏതാണ്ട് ഇവിടെ അവസാനിക്കുന്നു. ബ്രിട്ടീഷുകാർ ഡച്ച് ടെറിട്ടറീസ് കൂടി ഇങ്ങോട്ട് എടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ബാറ്റിൽ ഓഫ് കൊളച്ചൽ 741. തിരുവിതാംകൂറിലെ രാജാവ് ആ സമയത്ത് മാർത്താണ്ഡവർമ്മയായിരുന്നു. ആരായിരുന്നു? ഡെലനോയ് അല്ലെ, വളരെ ഫേമസ് ആയിട്ടുള്ള വലിയ കപ്പിത്താൻ അല്ലെ, വലിയ കപ്പിത്താൻ എന്ന് പിന്നീട് അറിയപ്പെട്ട ഡെലനോയ് ആയിരുന്നു ആരായിട്ടുണ്ടായിരുന്നത്, അവരുടെ അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരാൾ. അദ്ദേഹത്തിനെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിനെ പിടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങോട്ട് അല്ലെ, കൊളച്ചിൽ. ഇപ്പോൾ കന്യാകുമാരിയിലുള്ള കൊളച്ചിൽ വെച്ചിട്ടായിരുന്നു യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. തിരുവിതാംകൂർ വളരെ കൃത്യമായിട്ട് അവരെ പരാജയപ്പെടുകയാണ്. ഡച്ചുകാർക്ക് ഇതിൽ നിന്ന് പിന്നീട് റിക്കവർ ആവാൻ പറ്റുന്നില്ല. ഡെലനോയ് ക്യാപ്ചർ ചെയ്യപ്പെടുന്നു.
പിന്നീട് ട്രാവൻകൂർ ആർമിയെ മോഡേണൈസ് ചെയ്യാനായിട്ട് സഹായിച്ചത് ഡിലനോയ് ആയിരുന്നു. ഇത് ആദ്യമായിട്ട് ഒരു ഏഷ്യയിൽ ഒരു രാജ്യം യൂറോപ്യൻ കൊളോണിയൽ പവറിന്റെ മുകളിൽ ഒരു ബാറ്റിൽ ജയിക്കുന്ന ആദ്യ സംഭവമായിരുന്നു ഇത് എന്നുകൂടി ഓർക്കുക. ഇതാണ് പിന്നീട് 1753 മാവേലിക്കര ട്രീറ്റിയിലേക്ക് നയിക്കുന്നത്. ഡച്ചുകാർ എന്ത് ചെയ്യുകയാണ്, ഒരു സബോർഡിനേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഇവിടെ സമ്മതിക്കുകയും ചെയ്യുകയാണ്. ഇനി ഡച്ചുകാരുടേതായിട്ടുള്ള എന്താ പറയുന്നത് ബാക്കിയുള്ള കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളുമാണ് ഇവിടെ പറയുന്നത്. ഇതിൽ ഡച്ച് പാലസ് എന്നറിയപ്പെടുന്നത് മട്ടാഞ്ചേരി പാലസ് ആണ്. ഏതാണ്ട് 1545 പോർച്ചുഗീസുകാരാണ് ഇത് കൊച്ചിയിലെ രാജാവിന് വേണ്ടിയിട്ട് പണിയുന്നത്. പിന്നീട് ഇത് പിടിച്ചെടുക്കുകയും റെനോവേറ്റ് ചെയ്യുകയും ചെയ്ത് 663 ഡച്ചുകാര് പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചതിന് ശേഷമായിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഹോർത്തൂസ് മലബാറിക്കസ് പറയാതെ നമുക്ക് ഡച്ചുകാരെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുകയില്ല. നോക്കൂ, നമ്മൾ പ്രധാനപ്പെട്ട യൂറോപ്യന്മാരുടെ സംഭാവനകൾ പറയുമ്പോൾ ഡച്ചുകാരുടെ ഭാഗത്ത് നമ്മൾ പറയുന്ന കാര്യം ഹോർത്തൂസ് മലബാറിക്കസ് തന്നെയാണ്, അല്ലെ? മലബാറിന്റെ ഉദ്യാനം, അല്ലെ? മലബാറിന്റെ ഉദ്യാനം എന്ന പേരിലാണ് ഇതിന്റെ ഒരു ട്രാൻസ്ലേഷൻ എടുക്കുകയാണെങ്കിൽ മലബാറിന്റെ ഉദ്യാനം, മലബാറിന്റെ പൂന്തോട്ടം എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഇത് ഏത് ഭാഷയിലാണ് എഴുതപ്പെടുന്നത്? ലാറ്റിൻ ഭാഷയിലാണ് ഇത് എഴുതപ്പെടുന്നത്. ഏത് ഭാഷയിലാണ് ഇത് എഴുതപ്പെടുന്നത്? ആക്ച്വലി ഇത് എഴുതപ്പെടുന്നത് ലാറ്റിൻ ഭാഷയിലാണ്. പ്രത്യേകം ഓർത്തിരിക്കുക, ലാറ്റിൻ ഭാഷയിലാണ് ഇത് എഴുതപ്പെടുന്നത്. ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന തലച്ചോറ് എന്ന് പറയുന്നത് അഡ്മിറൽ വാൻ റീഡിൻ്റെതായിരുന്നു. ആരായിരുന്നു? അഡ്മിറൽ വാൻ റീഡ് ആണ് ഇതിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ലാറ്റിനിലാണ് എഴുതപ്പെട്ടത് എന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് മലയാളം ലിപി അച്ചടിച്ച പുസ്തകം ഏതായിരുന്നു? അത് ഇതായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹോർത്തൂസ് മലബാറിക്കസിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് മലയാളം ലിപി അച്ചടിച്ചത്. മലബാറിന്റെ ഉദ്യാനം അല്ലെങ്കിൽ എന്താണ്, കേരളാരാമം എന്ന പേരിലും എന്തറിയപ്പെടുന്നുണ്ട്? ഇതേ ഹോർത്തൂസ് മലബാറിക്കസ് അറിയപ്പെടുന്നു. അപ്പൊ മലയാളം ലിപി ആദ്യമായിട്ട് അച്ചടിക്കുന്നു, കേരളാരാമം എന്ന പേരിൽ അറിയപ്പെടുന്നു, മലബാറിന്റെ ഉദ്യാനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ഈ കാര്യങ്ങൾ തയ്യാറാക്കാനായിട്ട് ഇദ്ദേഹത്തെ വാൻ റീഡിനെ സഹായിച്ച ഈഴവ വൈദ്യന്റെ പേര് ഇ.ടി. അച്യുതൻ എന്നാണ്. ഇതിനുവേണ്ടി സഹായിച്ച 3 ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാരുണ്ടായിരുന്നു. എന്തായിരുന്നു? ഗൗഡ സാരസ്വത ബ്രാഹ്മണർ ഉണ്ടായിരുന്നു 3 പേര്. അവരാണ് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട് എന്നിവര്. 12 വോള്യങ്ങളായിട്ട് ആംസ്റ്റർഡാമിൽ നിന്നാണ് ഇതിന്റെ പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നത്. 1678 മുതൽ 1703 വരെയുള്ള വർഷങ്ങളിലാണ് ഇതിന്റെ പ്രസിദ്ധീകരണം നടന്നത്. ഡോക്ടർ KS മണിലാലായിരുന്നു ഈ ഒരു എന്താ പറയുക ലാറ്റിൻ ഭാഷയിൽ എഴുതപ്പെട്ട ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും തർജ്ജമ ചെയ്തത്. 2020 ഇദ്ദേഹത്തിന് ഇതിന്റെ പേരിലുള്ള പത്മശ്രീ പുരസ്കാരവും ലഭിക്കുക ഉണ്ടായി. തെങ്ങായിരുന്നു ഇതിലെ ആദ്യത്തെ പ്ലാന്റ്, ആലായിരുന്നു ഇതിലെ അവസാനത്തെ പ്ലാന്റ്. 742 സസ്യങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് ഇതിലൊന്നാകെയായിട്ട് ഉള്ളത് എന്ന കാര്യം കൂടി എന്ത് ചെയ്യുക, ആലോചിക്കുക. ഇതിലെ ചിത്രങ്ങളെല്ലാം വരച്ചത് മാത്യൂസ് എന്നു പേരുള്ള ഒരു ആരായിരുന്നു? ഒരു കാർമലൈറ്റ് സന്യാസിയായിരുന്നു. മനസ്സിലാവുണ്ടോ? ഇതിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ വരച്ചത് ആരായിരുന്നു? മാത്യൂസ് എന്നു പേരുള്ള ഒരു കാർമലൈറ്റ് സന്യാസിയായിരുന്നു. ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ഹോർത്തൂസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കുക. കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങൾ നിങ്ങൾക്ക് PDF നോക്കിയിട്ട് ചെയ്തു നോക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ. ഞാൻ ഇതിലേക്ക് ഇപ്പം എന്ത് ചെയ്യുന്നില്ല, കടക്കുന്നില്ല. നോക്കിക്കേ, ഗോവ ക്യാപ്ചർ ചെയ്ത മിക്സ്ഡ് മാരേജ്, മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ചത്, അതുപോലെ തന്നെ സതി നിരോധിച്ചത് എല്ലാം ഒരേ ആളാണ്. ആരാണ്? അൽഫോൻസോ ഡെ ആൽബുക്കുർക്ക് തന്നെയാണ്. ഓർത്തിരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നോക്കിക്കേ, ഇനി ഇംഗ്ലീഷുകാരുടെ വരവാണ്. ഇംഗ്ലീഷ് അറൈവൽ ഇൻ കേരള ആൻഡ് ഏർലി സ്ട്രഗിൾസ്. ഇംഗ്ലീഷുകാർ എന്ത് ചെയ്യുന്നു, ഇവിടെ വന്നിറങ്ങുന്നുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത് 1600 ഡിസംബർ 31 1600 ഡിസംബർ 31 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണം നടക്കുന്നത്. ഇനി ആരാണ് സാമൂതിരിയെ കാണാനായിട്ട് വരുന്നത്? 1615 ക്യാപ്റ്റൻ കീലിംഗ് ആണ് ആദ്യമായിട്ട് ഇവിടേക്ക് കാണാൻ വേണ്ടി വരുന്നത്. നോക്കൂ, ഇതിനു മുമ്പ് ഒരു ഇംഗ്ലീഷുകാരൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? മാസ്റ്റർ
റാൽഫ് ഫിച്ച് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പക്ഷെ ഇദ്ദേഹം ഇത്തരത്തിൽ കച്ചവട ആവശ്യത്തിന് ഇദ്ദേഹം വെറുതെ ഒരു ട്രാവലർ ആയിരുന്നു അല്ലെ. അതുകൊണ്ടാണ് വഴികാട്ടിയായി ഇംഗ്ലീഷുകാരൻ എന്നൊക്കെ ഇദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പൊ മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ് ആദ്യമായിട്ട് ഇവിടേക്ക് വന്നു എന്ന് നമ്മൾ കരുതുന്നത് ഇംഗ്ലീഷുകാരൻ. പിന്നെ ക്യാപ്റ്റൻ കീലിംഗ് സാമൂതിരിയുമായിട്ട് കച്ചവടവും മറ്റു കാര്യങ്ങളും സംസാരിക്കാനായിട്ട് വരികയാണ്. പതുക്കെ പതുക്കെ ഇവർക്ക് ഓരോ സ്ഥലങ്ങളിലായിട്ട് വിഴിഞ്ഞത്തും അഞ്ചുതെങ്കിലും ആറ്റിങ്ങിലും ഒക്കെ ആയിട്ട് ഓരോരോ സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് പതുക്കെ പതുക്കെ കിട്ടുന്നുണ്ട്. പിന്നീട് ഇംഗ്ലീഷുകാരെന്ത് ചെയ്യുന്നുണ്ട്, കച്ചവടം വളരെ വേഗത്തിൽ അവർ പറഞ്ഞ വിലയ്ക്കും മറ്റും മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഇവർക്ക് അഞ്ചുതെങ്ങില്, എവിടെയാണ് അഞ്ചുതെങ്ങില് ഒരു ചെറുതായിട്ടൊരു കോട്ട കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മതം ആറ്റിങ്ങലിലെ റാണി കൊടുക്കുന്നുണ്ട്. ആരാണ്? ആറ്റിങ്ങലിലെ റാണി കൊടുക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആറ്റിങ്ങലിലെ റാണി എന്താണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സമ്മതം കൊടുക്കുന്നു. പക്ഷേ അത് പിന്നീട് അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരും ഇംഗ്ലീഷുകാരും ഒക്കെ തമ്മിലുള്ള എന്താണ് ഒരു ഇഷ്യൂസ് പതുക്കെ പതുക്കെ എന്ത് ചെയ്യുകയാണ്, ഉണ്ടാവുകയാണ്. ഇത്തരത്തിലുള്ള ഇഷ്യൂസ് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ആറ്റിങ്ങലില് ഒരു റിവോൾട്ട്, ഒരു ചെറിയ പ്രശ്നം, ഒരു എന്താ പറയുക, ഒരാക്രമണത്തിലേക്കൊക്കെ കിടക്കുന്നുണ്ട് 697. പക്ഷെ അതെന്ത് ചെയ്യുന്നു, അത് പതുക്കെ അതൊന്ന് അവസാനിപ്പിക്കുന്നുണ്ട്. അത് വേഗത്തിൽ തന്നെ അവസാനിപ്പിക്കാനായിട്ട് ഇംഗ്ലീഷുകാർക്ക് കഴിയുന്നുണ്ട്. അഞ്ചുതെങ്ങ് കലാപം എന്ന പേരിൽ ഇതാണ് അഞ്ചുതെങ്ങ് റിവോൾട്ട്, അഞ്ചുതെങ്ങ് കലാപം എന്നറിയപ്പെടുന്നത് ഇതാണ്. പക്ഷെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഇതെന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ പെർസിസ്റ്റ് ചെയ്യുകയാണ്. അവസാനം എന്ത് ചെയ്യുകയാണ്, ഒരിക്കല് അത് ആറ്റിങ്ങൽ റിവോൾട്ട് എന്ന പേരിൽ വലിയൊരു പ്രശ്നമായിട്ട് അത് മാറുകയാണ്. ആറ്റിങ്ങൽ റിവോൾട്ട് എന്നുള്ള രീതിയിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് എന്ത് ചെയ്യുകയാണ്, അത് പിന്നീട് മാറുകയാണ്. എന്താണ് ഈ ആറ്റിങ്ങൽ റിവോൾട്ടായിട്ട് മാറുന്നത്? അതായത് ഈ ബ്രിട്ടീഷുകാര് അവര് നേരിട്ട് എന്ത് ചെയ്യും, ബ്രിട്ടീഷുകാർക്ക്, അതായത് ആറ്റിങ്ങൽ റിവോൾട്ട് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആറ്റിങ്ങൽ റിവോൾട്ട് അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ എന്താ പറയുക, ഇന്ത്യയിൽ തന്നെ എന്നാണ് പറയുന്നത്. അതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ. കേരളത്തിൽ നമുക്ക് പറയാം, പക്ഷെ അതിന് മുമ്പ് ചില സ്ഥലങ്ങൾക്ക് നടന്നിട്ടുണ്ട്. എന്നാലും എന്താണ്, ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായിട്ട് നടന്നിട്ടുള്ള ഒരു എന്താ പറയുക ആംഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപം, ആറ്റിങ്ങൽ റിവോൾട്ട് 721 ഈ ഒരു കലാപത്തില് 140 ബ്രിട്ടീഷ് സോൾജിയേഴ്സ് മരിക്കുന്നുണ്ട്. 140 ബ്രിട്ടീഷ് സൈനികർ എന്ത് ചെയ്യുന്നുണ്ട്, മരിക്കുന്നുണ്ട്. ഗിഫോർഡ് എന്ന് പേരുള്ള എന്താ പറയുന്നത്, ഗിഫോർഡ് എന്നു പേരുള്ള ഒരു എന്താ പറയുന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില സ്ഥലത്ത് 140 എന്നല്ല 150 എന്നുള്ള എണ്ണവും കാണുന്നുണ്ട്. നിങ്ങൾ ആ എണ്ണം ഓപ്ഷൻ അനുസരിച്ച് എഴുതിയാൽ മതി. 150, 140 ആ റേഞ്ചാണ്. ഈ ഗിഫോർഡും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആളുകളും എന്ത് ചെയ്യുകയാണ്, അദ്ദേഹം ഈ ആറ്റിങ്ങലിലെ റാണിയെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു വർഷത്തെ ഉപചാരങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, പോവുകയാണ്. പക്ഷേ ഇതെന്ത് ചെയ്യുകയാണ്, ഗിഫോർഡിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർക്ക്, ജനങ്ങളും അവിടുത്തെ കച്ചവടക്കാരും അവിടുത്തെ എന്താ പറയുക പ്രമാണിമാർക്കൊന്നും ഇത് ഇഷ്ടപ്പെടുന്നില്ല. അവർ പറയും ഞങ്ങൾ കൊടുത്തോളാം പാരിതോഷികങ്ങൾ എന്ന് പറയുകയാണ്. പക്ഷേ ഈ വിലയേറിയ പാരിതോഷികങ്ങൾ കൊടുത്തിട്ട് റാണിയെ ഇവർ സന്തോഷിപ്പിച്ച് വെക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ റാണിക്ക് ഇനി സാധനങ്ങൾക്ക് ഞങ്ങൾ വഴിക്ക് കൊടുക്കണമെന്ന് ഇവിടുത്തെ ഈ ആളുകൾ ആവശ്യപ്പെടുന്നു. ഗിഫോർഡ് ഇത് പറ്റില്ലെന്ന് പറയുന്നു, ആറ്റിങ്ങലിലേക്ക് പോവുകയാണ്. ഇതോടുകൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്, അവിടുത്തെ ആളുകൾ ഈ 140, 150 ആളുകളെയും ഗിഫോർഡിനെയും അറ്റാക്ക് ഇവരെ എല്ലാവരെയും കൊല്ലുകയും ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? പക്ഷേ ഇത് പിന്നീട് വലിയ കലാപമായിട്ട് മാറുന്നു. അവസാനം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായിട്ടുള്ള സഹായം ബ്രിട്ടീഷുകാരുടെ മറ്റ് എന്താ പറയുക തലശ്ശേരിയിൽ നിന്നും മറ്റും എന്ത് ചെയ്യുകയാണ്, ഇവിടേക്ക് സൈന്യം വരികയാണ്. തലശ്ശേരിയിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്, തലശ്ശേരിയിൽ നിന്ന് സൈന്യം എങ്ങോട്ട് വരികയാണ്, ഇങ്ങോട്ടേക്ക് ആറ്റിങ്ങലിലേക്ക് വരികയാണ്. പിന്നീട് ഈ കലാപം അടിച്ചമർത്തുകയാണ്. ഇതിനെ തുടർന്ന് 721 ഈ ഒരു എന്താ പറയുക ഈ ഒരു ബ്രിട്ടീഷുകാർ റിട്ടാലിയേറ്റ് ചെയ്തിട്ട് ഇതെന്ത് ചെയ്തു, ഇത് സപ്രസ് ചെയ്തു, സമരം അടിച്ചമർത്തി. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാരുമായിട്ട് വേണാട് രാജാവ് ഒരു ട്രീറ്റി ഒപ്പിടുകയാണ്. വേണാടിലെ രാജാവ് ഒരു 1723 ട്രീറ്റി ഒപ്പിടുകയാണ്. ഈ ട്രീറ്റി ഒപ്പിടുന്നത് പക്ഷെ അന്ന് വേണാട്ടിലെ രാജാവല്ല, ആരായിരുന്നു, അന്ന് രാജകുമാരനായിരുന്ന മാർത്താണ്ഡവർമ്മ. പിന്നീട് തിരുവിതാംകൂറിന് ചരിത്രം മാറ്റി എഴുതാൻ പോയ മാർത്താണ്ഡവർമ്മയാണ് ഈ വേണാട് ട്രീറ്റിയിൽ വേണാടിന്റെ ഭാഗത്ത് നിന്ന് ഒപ്പിടുന്നത് എന്ന് കൂടി ആലോചിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പഴശ്ശിരാജയിലേക്ക് പോവുകയാണെങ്കിൽ 793 മുതൽ 805 വരെയുള്ള കാലഘട്ടത്തിൽ 1793 മുതൽ 97 വരെയുള്ള കാലഘട്ടത്തിൽ ആദ്യഘട്ടത്തിലെ കലാപവും ഒന്നാം പഴശ്ശി വിപ്ലവം, മനസ്സിലാവുന്നുണ്ടോ, ഒന്നാം പഴശ്ശി വിപ്ലവവും രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് 1800 മുതൽ 1805 വരെയും ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നോക്കിക്കേ, ഇതിന്റെ ഇടയിൽ എന്താ നടന്നത്, ടിപ്പു സുൽത്താനെ 1799 അല്ലെ 98, 99 അല്ലെ 98, 99 സമയത്ത് ടിപ്പു സുൽത്താനെ
എതിരായിട്ടുള്ള അതികഠിനമായ പോരാട്ടത്തിലൂടെ ടിപ്പു സുൽത്താനെ ബ്രിട്ടീഷുകാർ വധിക്കുന്നുണ്ട്. അതിനിടയിൽ ആവശ്യമായ സമയത്ത് എന്ത് ചെയ്തു, ഇവർ കൃത്യമായിട്ട് വേണ്ട ഗ്യാപ്പ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു അല്ലെ. കേരള സിംഹം എന്നറിയപ്പെടുന്ന ആളാണ് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി അനുസരിച്ച് എന്ത് ചെയ്യുകയാണ്, മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാവുകയാണ്. ഇതോടുകൂടിയിട്ട് എന്താണ്, ഈ യുദ്ധത്തിലൊക്കെ ടിപ്പുവിനെതിരെ സഹായിച്ച ആളായിരുന്നു പഴശ്ശിരാജ. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ആവശ്യമായ രീതിയിൽ പരിഗണന കിട്ടുന്നില്ലെന്ന് മാത്രമല്ല ഇവിടുത്തെ നികുതി പിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണ്, അത് ഇദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ കൊടുക്കുകയാണ്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് അതോട് പോരാട്ടത്തിനിറങ്ങുകയാണ്. മൈസൂരിലെ എന്താ പറയുക, ടിപ്പുവിനെതിരായിട്ടും ഇദ്ദേഹം പോരാടിയിരുന്നു അല്ലെ, ബ്രിട്ടീഷുകാരൊപ്പം നിന്ന് പോരാടിയിട്ടുള്ള ആളായിരുന്നു. ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്, മലബാറിലെ ഗൊറില്ല വാർഫെയർ എന്താണ്, വയനാട്ടിലെ കാടുകളിൽ നിന്ന് ഇദ്ദേഹം നടത്തുകയാണ്. അവസാനം ഇദ്ദേഹം ചതിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം മാവില തോടിൽ വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ്, നവംബർ 30, 1895 അദ്ദേഹം വധിക്കപ്പെടുകയാണ്. കുറിച്യരും കുറുമ്പരുമായിട്ടുള്ള ആളുകൾ ഇദ്ദേഹത്തെ സഹായിച്ചിരുന്നു. തലയ്ക്കൽ ചന്തു ആയിരുന്നു ഈ ട്രൈബൽ ഏരിയയിലുള്ള നേതാവ്. എടച്ചേന കുങ്കൻ എന്തായിരുന്നു ഇദ്ദേഹത്തിനൊപ്പം പോരാടിയ മറ്റൊരു പ്രധാനപ്പെട്ട പോരാളി ആയിരുന്നു. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ ഇതുപോലെ എന്താ പറയുക ശബ്ദമുയർത്തിയ ഒരാളായിരുന്നു വേലുത്തമ്പി ദളവ അല്ലെ. വേലുത്തമ്പി നോക്കൂ, പഴശ്ശിരാജാവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പല പല കാര്യങ്ങൾ ഓർത്തിരിക്കാനുണ്ട്. ഞാൻ എല്ലാം ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ആർതർ വെല്ലസ്ലിക്ക് ഇവിടേക്ക് വരുന്നത്, ആർതർ വെല്ലസ്ലി ഇവിടെ എന്താണ് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. അതിനുശേഷം അവസാനം എന്താ സംഭവിക്കുന്നത്, അവസാനം സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തോമസ് ഹാർവേ ബാബർ അല്ലെ. ആരായിരുന്നു, തോമസ് ഹാർവേ ബാബർ. തോമസ് ഹാർവേ ബാബർ തോമസ് ഹാർവേ ബാബർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്, അവസാനം ഇവിടേക്ക് എത്തുകയാണ് തലശ്ശേരി സബ് കളക്ടറായിട്ട്. ആരാണ്, തലശ്ശേരി സബ് കളക്ടറായിട്ട് വരികയാണ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അവസാനം പഴശ്ശിരാജാവിന് എന്ത് ചെയ്യുന്നത്, പരാജയപ്പെടുന്നത്. പഴശ്ശിരാജയെ തോൽപ്പിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എന്താ പറയുക, വെല്ലസ്ലി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോലീസ് സേനയുടെ പേരായിരുന്നു കോൽക്കാർ അല്ലെ. ബാർബറൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള, ഇത് രണ്ട് രീതിയിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെല്ലസ്ലി രൂപീകരിച്ചു എന്നും പിന്നീട് ബാബർ ഇതിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തി എന്നും കേട്ടിട്ടുണ്ട്. തിരിച്ചും എന്താണ് കേട്ടിട്ടുണ്ട്, ബാബറാണ് മുഴുവനായിട്ട് ഉണ്ടാക്കിയതെന്നും കേട്ടിട്ടുണ്ട്. കോൽക്കാർ എന്ന് പറയുന്നത് എന്തായിരുന്നു, സൈനിക സംഘമായിരുന്നു. കോൽക്കാർ എന്ന് പറയുന്നത് പഴശ്ശിരാജയ്ക്കെതിരായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സൈനിക സംഘമായിരുന്നു എന്ന് കൂടി എന്ത് ചെയ്യുക, ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വേലുത്തമ്പി ദളവ വരുന്നുണ്ട്. വേലുത്തമ്പി ദളവ എന്തായിരുന്നു, തിരുവിതാംകൂർ ദിവാനായിരുന്നു അല്ലെ. പക്ഷെ കേണൽ മക്കാളയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പല പല ഇടപെടലുകൾ ഇദ്ദേഹത്തിന് അവസാനം ഇഷ്ടപ്പെടുന്നില്ല. ആദ്യം മക്കാളയും വേലുത്തമ്പി ദളവയൊക്കെ വളരെയധികം എന്തായിരുന്നു, ഒരുമിച്ച് പോയിരുന്ന വളരെയധികം എന്താ പറയുക, ഒന്നിച്ചു പോയിരുന്ന ആളുകളായിരുന്നു വേലുത്തമ്പി ദളവയൊക്കെ. പക്ഷെ പിന്നീട് എന്ത് ചെയ്യുകയാണ്, ഇദ്ദേഹത്തിന് മക്കാളയുടെയും മറ്റുമായിട്ട് ഇടപെടലുകൾ ഒട്ടും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. ഇതോടുകൂടി എന്ത് ചെയ്യുകയാണ്, മക്കാളയുടെ അഗെയിൻസ്റ്റ് 1800 മെക്കാളനെ ഇവിടെ നിയമിക്കുന്നത് തന്നെ എന്താണ്, വേലുത്തമ്പി ദളവയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. 1805 ബ്രിട്ടീഷുകാരുടെ സബ്സിഡി പോലെ ആയിട്ട് തിരുവിതാംകൂർ മാറുന്ന അലയൻസ് ഒപ്പിടുന്നത് വേലുത്തമ്പിയുടെ കൂടി സമ്മതത്തോടുകൂടി വേലുത്തമ്പിയുടെ ഇനീഷ്യേറ്റീവിലാണ്. പക്ഷെ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർ നോക്കൂ, സബ്സിഡിയറി ആയിക്കഴിഞ്ഞാൽ റെസിഡന്റ് ആയിട്ട് ആര് വരികയാണ്, മെക്കോളർ റെസിഡന്റ് ആയി മാറുകയാണ് അല്ലെ. ബ്രിട്ടീഷുകാരുടെ സ്ഥിരം റെസിഡന്റിനെ നിർത്തും സബ്സിഡിയറി അലയൻസ് ഒപ്പിട്ട് കഴിഞ്ഞാൽ. ഇദ്ദേഹം പിന്നീട് എല്ലാത്തിലും ഇടപെടുന്നു. അവസാനം എന്താണ്, മെക്കാളയും വേലുത്തമ്പിയും തമ്മിൽ തെറ്റുകയാണ്. പിന്നെ ഇതിനെതിരായിട്ട് ഈ ഒരു ആളുകളോട് റിവോൾട്ടിന്, വിപ്ലവത്തിന് വേണ്ടി തയ്യാറാവാൻ പറഞ്ഞിട്ട് 809 എന്ത് ചെയ്യുകയാണ്, കുണ്ടറ പ്രൊക്ലമേഷൻ വരികയാണ് അല്ലെ. അതിനുശേഷം യുദ്ധം തുടങ്ങുന്നു, ഇവർ തമ്മിൽ പോരാട്ടാവുന്നു. 809 മാർച്ചിൽ തന്നെ ഇദ്ദേഹം ഇത് ചെയ്യുകയാണ്, അദ്ദേഹം സ്വയം ആത്മഹത്യ സ്വയം ആത്മഹത്യ എന്ന് പറയേണ്ട ആവശ്യമില്ല, മലയാളം പഠിപ്പിക്കലൂടെയായി അല്ലേ. ഇപ്പോൾ വാചകത്തിൽ തെറ്റിതിരുത്തുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആത്മഹത്യ ചെയ്യുകയാണ്. പിന്നീട് മാപ്പിള കലാപങ്ങൾ നടക്കുന്നുണ്ട്. 836 മുതൽ 20 വരെ തുടർച്ചയായി പല സമയത്തായിട്ട് മാപ്പിള കലാപങ്ങൾ നടക്കുന്നുണ്ട്. മനസ്സിലാവേണ്ട, മലബാറിലെ മാപ്പിളകളാണ് എന്ത് ചെയ്യുന്നത്, മുസ്ലിം പെസൻസ് ആണ് ഇത് എന്ത് ചെയ്യുന്നത്, നയിക്കുന്നത്. പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർക്കെതിരായിട്ടും അവിടുത്തെ ഹിന്ദു ലാൻഡ് ലോഡ്സിന് അഗെയിൻസ്റ്റുമായിട്ട് നടക്കുന്ന കലാപങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാപം 921 മലബാർ കലാപമായിരുന്നു. ഇതാണ് ഏറ്റവും വലിയ അപ്രൈസിംഗ് ആയിട്ട് മാറുന്നത്. ഈ മലബാർ കലാപത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ഒന്ന് സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനായിട്ടുണ്ടാവുക. നോക്കൂ, ഓഗസ്റ്റ് 1921 ഈ മലബാർ കലാപം, ഇവിടെ നമ്മൾ പഠിക്കുന്ന മലബാർ കലാപം അതിശക്തമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇവിടെ നടക്കുന്നത്. മനസ്സിലായോ? ഈ കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി
എവിടെയായിരുന്നു? മലബാർ ഡിസ്ട്രിക്റ്റിലെ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലാണ് ഈ കലാപം നടക്കുന്നത്. ആരൊക്കെയായിരുന്നു ലീഡർമാര്? ആലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങള്. ഈ 3 പേരാണ് പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിട്ട് അറിയുന്നത്. നോക്കൂ, ആന്റി ബ്രിട്ടീഷ് റിസെന്റിമെന്റ്, ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഒരു ഫീലിംഗ്, ഓപ്പോസിഷൻ ടു ഹിന്ദു ലാൻഡ് ലോഡ്സ്, ജന്മിമാർക്കെതിരായിട്ടുള്ള കലാപം, ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഖിലാഫത്ത് മൂവ്മെന്റിൽ നിന്നും നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായിരുന്നു ഇവരെ ഇതിലേക്ക് പെട്ടെന്ന് എന്താ പറയുക നയിച്ചു കൊടുത്തിട്ടുള്ള സ്പാർക്ക് എന്ന് പറയുന്നത് ഇതായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്തൊക്കെയാ കീ ഇവന്റ്സ്? തിരൂരങ്ങാടി പള്ളിയുടെ അവിടെ ആയിട്ട് എന്ത് ചെയ്യുകയാണ്? ഇവിടെയാണ് ഒരു ഫ്ലാഷ് പോയിന്റ്, അത് പ്രധാനപ്പെട്ട പെട്ടെന്നൊരു കാരണമായിട്ട് മാറുന്നത്. ബ്രിട്ടീഷുകാരെ ഖിലാഫത്ത് ലീഡർമാരെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എന്താണ് ഒരു ന്യൂസ് മൊത്തത്തിൽ എന്ത് ചെയ്യുകയാണ്? പുറപ്പെടുകയാണ്. ഇതോടുകൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്? ഈ വടക്കേ വീട്ടിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ആരായിരുന്നു? വടക്കേ വീട്ടിൽ മുഹമ്മദ്. ഈ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തതാണ് പെട്ടെന്നുള്ള ഒരു എന്തിനു കാരണമാകുന്നത്? കലാപത്തിലേക്ക് നയിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഇതോടുകൂടിയിട്ട് പൂക്കോട്ടൂർ എന്ന് പറയും. എവിടെയാണ്? പൂക്കോട്ടൂരിലെ ലഹള പൊട്ടിപ്പുറം. ഇതാണ് പൂക്കോട്ടൂർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലായോ? ഈ പൂക്കോട്ടൂർ കലാപം എന്ത് ചെയ്യുകയാണ്? അത് ശക്തമായിട്ട് ആരംഭിക്കുകയാണ്. തിരൂരങ്ങാടി കലാപത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുകയാണ്. ഇതോടുകൂടി ഇവിടെ പട്ടാള നിയമം, മാർഷ്യൽ ലോ പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഏതാണ്ട് 2300-2500 മാപ്പിളാസ് എന്തുണ്ട്? മരണപ്പെടുന്നുണ്ട്. 45,000-ഓളം ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നീട് ഇവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയും 67-70ഓളം ആളുകളെ മാപ്പിള എന്താ പറയുക തടവുകാരെ എന്ത് ചെയ്യുകയാണ്? ഇവരെ പോതന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്, തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക്, തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് എന്താണ് കൊണ്ടുപോവുകയാണ്. ഇതിനിടയിൽ പോതന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് ഇവരെ എന്ത് ചെയ്യുകയാണ്? തുറന്ന് നോക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ എല്ലാവരും മരണപ്പെട്ടിരുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി ഒരുപാട് പേര് ആൻഡമാനിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ഡീപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, തടവിലാക്കപ്പെടുന്നുണ്ട്. അലി മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ വധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ അസസ്മെന്റ് ഇപ്പോഴും എന്താ പറയുക ഒരുപാട് തർക്കങ്ങൾ നടക്കുന്ന ഒരു കാര്യമാണ്. നാഷണൽ ലീഡേഴ്സ് ഡിവൈഡഡ് ആയിരുന്നു. അംബേദ്കറും ഗാന്ധിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരുടെ കോസിനെ ആദ്യം അഭിനന്ദിച്ചു എന്നുണ്ടെങ്കിലും പിന്നീട് ഇതിനൊരു കമ്മ്യൂണൽ ആസ്പെക്റ്റുകൾ എന്ത് ചെയ്ത് വന്നു എന്ന് പറഞ്ഞിട്ട് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്ത ആളുകൾ കൂടിയാണ് അംബേദ്കറും എന്താ പറയുക ഗാന്ധിയും. ചില ഇടങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ ക്രിട്ടിസൈസ്, അതായത് വയലൻസ് എന്താ പറയുക ജനങ്ങൾക്കെതിരായിട്ട് മാറിയ ചില സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ ഈ രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു എന്താ പറയുക ഇതിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ PSCയിൽ തന്നെ 2022 വന്നിട്ടുള്ള പ്രസ്താവനകളിൽ എന്താ പറയുക ലഹളയുടെ ഭാഗമായിട്ട് നിർബന്ധിത മതപരിവർത്തനം നടന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ അതിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശരിയായിട്ടുള്ള രീതിയിലാണ് പറയേണ്ടത്. ആ ചോദ്യത്തിൽ എന്താ പറയുക കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറിയതായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകളിൽ കേന്ദ്രീകരിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സായുധ കലാപം നടത്തി. എന്താ പറയുക നിർബന്ധിത മതപരിവർത്തനത്തിന് എന്താണ് കുറെ പേര് വിധേയമായി. 1921-22 വർഷങ്ങളിൽ നടന്നു. ഇങ്ങനെയുള്ള 5 സ്റ്റേറ്റ്മെന്റുകൾ തന്നിരുന്നു. ഈ എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നതായിരുന്നു PSCയുടെ ആൻസർ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ സംശയം പാടില്ല, കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. ആ ഫാക്ടുകൾ അവിടെ വന്നതുകൊണ്ടാണ് ഈ ഫാക്ടുകൾ ഞാനിവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ കൃത്യമായിട്ട് നോക്കുക. ആൻസർ പറയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ശ്രമിക്കുക. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയല്ലേ. അടുത്ത പോയിന്റ് നമ്മളുടെ നേരത്തെ പറഞ്ഞ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെതാണ്. നോക്കൂ, മാർത്താണ്ഡവർമ്മ അല്ലെ, മേക്കർ ഓഫ് മോഡേൺ ട്രാവൻകൂർ, എന്താ പറയുക ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ആൻസർ എഴുതണം നമ്മൾ? മാർത്താണ്ഡവർമ്മ. പ്രധാനപ്പെട്ട വർഷങ്ങൾ ഓർത്തിക്കുക. 729 അദ്ദേഹം എവിടേക്ക് കയറി? സ്ഥാനാരോഹണം ചെയ്തു. 741 കൊളച്ചൽ യുദ്ധമുണ്ടായി നമുക്കറിയാം. 750 ഒന്നാമത്തെ തൃപ്പടിദാനം നടത്തുന്നു. 753 ട്രീറ്റി ഓഫ് മാവേലിക്കർ ഒപ്പിടുന്നു. 758 അദ്ദേഹം മരണപ്പെടുന്നത്. മിലിറ്ററി എക്സ്പാൻഷന്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹമാണ് ചെറിയ ചെറിയ കിങ്ഡങ്ങളെ എല്ലാത്തിനെയും എന്താണ് യൂണിഫൈ ചെയ്തിട്ട് തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രമാക്കിയിട്ട് അതിനെ മാറ്റുന്നത്. ബാറ്റിൽ ഓഫ് കൊളച്ചൽ 741 ഓഗസ്റ്റിലാണ് നടക്കുന്നത്. അദ്ദേഹം തിരുവിതാംകൂർ കന്യാകുമാരി മുതൽ കൊച്ചിയുടെ അതിർത്തി വരെ നീളുന്ന വലിയൊരു രാജ്യമാക്കി മാറ്റിയെടുത്തു. ആൻഡ് ഹി കൺസ്ട്രക്റ്റഡ് ട്രാവൻകൂർ ലൈൻസ്, അതായത് നമ്മളുടെ എന്താ പറയുന്നത് ഡിഫൻസീവ് ഫോർട്ടിഫിക്കേഷൻസ്, അതായത് ഇദ്ദേഹം തുടങ്ങി വെക്കുന്നുണ്ട്. പിന്നീട് ധർമ്മരാജാവിന്റെ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഇത് പൂർത്തിയാക്കുന്നത്. ആ സമയത്താണ് പിന്നീട് ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താന്റെ ആക്രമണങ്ങൾ നടക്കുകയും പിന്നീട് അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന ഏതാണ്?
ഈ കോട്ടയുടെ നിർമ്മാണമായിരുന്നു. ഇത് ആക്ച്വലി അറിയപ്പെടുന്നത് ധർമ്മരാജാവിന്റെ പേരിലാണ് കേട്ടോ. ഇവിടെ അദ്ദേഹം അതിന്റെ പ്ലാനുകളൊക്കെ തുടങ്ങി വെച്ചു എന്നേ ഉള്ളൂ. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്നുള്ള രീതിയിൽ മാർത്താണ്ഡവർമ്മയെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, പരിഗണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കുറേയധികം എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കൊണ്ടുവരുന്ന ഒരാൾ തന്നെയാണ്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, റവന്യൂ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഒന്ന് പുതുക്കിയെടുക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? റവന്യൂ സിസ്റ്റം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് പുതുക്കിയെടുക്കുന്നത് ആര് തന്നെയാണ്, മാർത്താണ്ഡവർമ്മ തന്നെയാണ്. നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ റവന്യൂ സിസ്റ്റവും മറ്റും അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, മാറ്റിയെടുക്കുന്ന സമയത്ത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള മുതലുള്ള ആളുകൾ ധർമ്മരാജാവിന്റെ സമയത്ത് വരുന്നുണ്ടെന്ന് പറയുന്നില്ലേ. അതുപോലെ തന്നെ ഇവിടെ അറുമുഖം പിള്ള, രാമയ്യൻ ദളവ തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകൾ എവിടെയുണ്ടായിരുന്നു, ഇദ്ദേഹത്തിന്റെ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, എട്ടുവീട്ടിൽ പിള്ളമാരെ അദ്ദേഹം അബോളിഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫ്യൂഡൽ സിസ്റ്റം, ജന്മി സമ്പ്രദായം അബോളിഷ് ചെയ്ത രാജാവ് എന്ന പേരിൽ ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ ഭരണനയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, അദ്ദേഹത്തിന്റെ ഭരണനയം അറിയപ്പെടുന്നത് ഇരുമ്പിന്റെയും ചോരയുടെയും നയം, അല്ലെ, അയേൺ ആൻഡ് ബ്ലഡ് പോളിസി ഓഫ് അയേൺ ആൻഡ് ബ്ലഡ്, ഇരുമ്പിന്റെയും ചോരയുടെയും, അതായത് അടിച്ചമർത്തി ഭരിച്ച രീതിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കൂടി എന്ത് ചെയ്യുക, ആലോചിക്കുക. റെഗുലർ ആയിട്ടുള്ള സിവിൽ ആൻഡ് മിലിറ്ററി സർവീസുകൾ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഡെലിനോയെ നമ്മളുടെ ബാറ്റിൽ ഓഫ് കൊളച്ചിൽ പരാജയപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഡെലിനോയെ മോഡർണൈസ് ചെയ്യാൻ, ട്രാവൻകൂർ ആർമി മോഡർണൈസ് ചെയ്യാനായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഇനി അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഹി ഡിക്ലെയർഡ് ഹിംസെൽഫ് ആസ് പത്മനാഭദാസനായിട്ട് അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുകയാണ്. തന്റെ രാജ്യം മുഴുവൻ എന്നായിട്ട് ഒന്നാം തൃപ്പടിദാനത്തിലൂടെ പത്മനാഭന് സമർപ്പിക്കുകയാണ്. അതിനെ തുടർന്ന് എല്ലാ ഭരണാധികാരികളും പത്മനാഭദാസന്മാരായിട്ട് അറിയപ്പെടുന്നു. പ്രധാനപ്പെട്ട ഡിപ്ലോമാറ്റിക് അച്ചീവ്മെന്റുകൾ എന്തൊക്കെയാണ്, 1723 വേണാട് ഉടമ്പടിയിൽ മാർത്താണ്ഡവർമ്മയാണ് രാജകുമാർ പ്രിൻസ് ആയിട്ട് രാജാവായിട്ടല്ല കേട്ടോ, ആ സമയത്ത് രാജാവായിട്ടുള്ള പ്രിൻസ് ആയിട്ട് ഒപ്പിടുന്നത്. 753 ട്രീറ്റി ഓഫ് മാവേലിക്കര ഡച്ചുകാരുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒപ്പിടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകണമെന്ന് പിന്നീട് അങ്ങോട്ട് വന്ന തൻ്റെ പിൻഗാമികൾക്ക് എല്ലാവർക്കുമായിട്ടുള്ള ഉപദേശം കൊടുക്കുന്നതും മാർത്താണ്ഡവർമ്മ തന്നെയായിരുന്നു എന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ 1750 നടന്ന എന്താണ് നമ്മളുടെ തൃപ്പടിദാനം പ്രത്യേകം ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ സമയത്തുള്ള വളരെ പ്രധാനപ്പെട്ട എന്താ പറയുക, ഈ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള ടേമുകൾ ഓർത്ത് വെക്കണം. ഇപ്പോ എന്താ പറയുക, താലൂക്ക് ഓഫീസിനെ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു അറിയാം നിങ്ങൾക്ക്, മണ്ഡപത്തും വാതുക്കൽ എന്നറിയപ്പെട്ടത് ഏതായിരുന്നു, താലൂക്ക് ഓഫീസ് ആയിരുന്നു. മനസ്സിലായത് നിങ്ങൾക്ക്? അദ്ദേഹം ബജറ്റുകൾ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ, കണക്കുകൾ അവതരിപ്പിക്കാനായിട്ട് ആരംഭിച്ചു. എന്താണ് ഇതിന്റെ പേരുണ്ടായിരുന്നത്, പതിവ് കണക്ക്. എന്താണ്, പതിവ് കണക്ക് ബജറ്റ് ആയിരുന്നു. താലൂക്ക് അറിയപ്പെടുന്നത് മണ്ഡപത്തും വാതുക്കൽ എന്നായിരുന്നു. ധനമന്ത്രിമാർ അറിയപ്പെട്ടത് ഏത് പേരിലായിരുന്നു അറിയാം നിങ്ങൾക്ക്, മുളക് മടിശീലക്കാർ. എന്തായിരുന്നു, മുളക് മടിശീലക്കാർ എന്നായിരുന്നു ധനമന്ത്രിമാര് അറിയപ്പെട്ടിരുന്നത്. വില്ലേജ് ഓഫീസർമാർ അറിയപ്പെട്ട പേരെന്തായിരുന്നു, അറിയാമോ നിങ്ങൾക്ക്, പ്രവർത്തിക്കാർ. എന്തായിരുന്നു, പ്രവർത്തിയല്ല കേട്ടോ, പ്രവർത്തിക്കാർ എന്ന പേരിലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പ്രവർത്തിക്കാർ എന്ന പേരിലാണ്. വില്ലേജ് ഓഫീസുകൾ അറിയപ്പെട്ട പേരെന്തായിരുന്നു അറിയോ നിങ്ങൾക്ക്, പകുതികൾ. എന്താണ്, പകുതികൾ എന്ന പേരിലാണ് വില്ലേജ് ഓഫീസ് അറിയപ്പെട്ടത്. വില്ലേജ് ഓഫീസർ അറിയപ്പെട്ടത് പ്രവർത്തിക്കാർ എന്ന പേരിലായിരുന്നു. തഹസിൽദാർ അറിയപ്പെട്ടത് എന്തായിരുന്നു, തഹസിൽദാർ അറിയപ്പെട്ടത് ഏത് പേരിലായിരുന്നു അറിയാമോ നിങ്ങൾക്ക്, തഹസിൽദാർ അറിയപ്പെട്ടത് കാര്യക്കാർ. എന്തായിരുന്നു, കാര്യക്കാർ എന്ന പേരിലാണ് തഹസിൽദാർ അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഈ രീതിയിൽ പ്രധാനപ്പെട്ട ടേമുകളൊക്കെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? റൈറ്റ്. ഇനി ഏതാണ്, ധർമ്മരാജ അഥവാ കിഴവൻ രാജ എന്നറിയപ്പെട്ടിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ. ഇദ്ദേഹമാണ് ലോങ്സ്റ്റ് റെയിനിങ് റൂളർ. 40 വർഷമാണ് അദ്ദേഹം ഭരിച്ചത്. 40 വർഷം, 1758 മുതൽ 1798 വരെ നീളുന്ന 40 വർഷം എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം ഭരിക്കുന്നുണ്ട്. രണ്ടാമതാരായിരുന്നു, ശ്രീമൂലം തിരുനാളായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തേത് ശ്രീമൂലം തിരുനാളായിരുന്നു. 39 ഇയേഴ്സ് ആരുണ്ട്, ശ്രീമൂലം തിരുനാള് ഭരിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇവർ രണ്ടുപേരുമാണ് ഉള്ളത്. ഇദ്ദേഹം വളരെ എന്താ പറയുന്നത്, ഒരുപാട് കൃതികളൊക്കെ എഴുതിയിട്ടുള്ള ഒരാളായിരുന്നു. ആരെന്ന് പറയുന്നത് നമ്മളുടെ ധർമ്മരാജ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ധർമ്മരാജ എന്നുള്ള പേര്?
ടിപ്പു സുൽത്താന്റെ ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താന്റെയും ആക്രമണങ്ങൾ നടന്നപ്പോൾ കോഴിക്കോടിൽ നിന്നും അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്നുമൊക്കെ പലായനം ചെയ്തു വന്നിട്ടുള്ള ജന്മിമാര്, രാജാക്കന്മാർ, ഇവർക്കൊക്കെ അഭയം കൊടുത്തത് ധർമ്മരാജാവായിരുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? അതുപോലെ തന്നെ ബാലരാമഭരതം ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കൃതിയാണ്. ഏതാണ്? ബാലരാമഭരതം വളരെ പ്രധാനപ്പെട്ട കൃതിയാണ്. ആട്ടക്കഥകൾ രചിച്ചിട്ടുണ്ടായിരുന്ന രാജാവായിരുന്നു ആര്? ധർമ്മരാജാവ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കോർട്ട് പോയറ്റ് ആയിരുന്നു ഉണ്ണായി വാര്യർ. ആരായിരുന്നു? ഉണ്ണായി വാര്യർ. അദ്ദേഹത്തിന്റെ സമകാലികനായിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളായിരുന്നു ഉണ്ണായി വാര്യർ എന്ന കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ ധർമ്മരാജാവിന്റെ സദസ്സിലെ വളരെ പ്രധാനപ്പെട്ട ആളായിരുന്നു ഉണ്ണായി വാര്യർ. ഇനി അതുപോലെ തന്നെ ഞാനിപ്പോൾ മറന്നുപോയി എന്ന് തോന്നുന്നു, മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയായിരുന്നു? ഒന്ന് രാമപുരത്ത് വാര്യർ. ആരായിരുന്നു? ഒന്ന് രാമപുരത്ത് വാര്യരായിരുന്നു, മറ്റൊന്ന് കുഞ്ചൻ നമ്പ്യാരായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ സദസ്സിൽ അല്ലെങ്കിൽ ആസ്ഥാന കവി എന്നൊക്കെ നമ്മൾ വിളിക്കില്ലേ, അദ്ദേഹത്തിന്റെ സദസ്സിലെ ആസ്ഥാന കവി ആരായിരുന്നു അറിയോ നിങ്ങൾക്ക്? കൃഷ്ണശർമ്മ. ആരായിരുന്നു? കൃഷ്ണശർമ്മയായിരുന്നു അദ്ദേഹത്തിന്റെ സദസ്സിലെ ആസ്ഥാന കവി. പ്രത്യേകം ഓർത്തിരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ ഇദ്ദേഹം നമ്മളുടെ മാർത്താണ്ഡവർമ്മയാണ് എന്ത് ചെയ്യുന്നത്? മുറജപം, ഭദ്രദീപം. ഏതൊക്കെയാണ്? മുറജപം, ഭദ്രദീപം. ഈ രണ്ട് ചടങ്ങുകളും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആരംഭിക്കുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. മനസ്സിലാവുന്നുണ്ടോ? മുറജപവും ഭദ്രദീപവും ഇത് രണ്ടും ആരംഭിക്കുന്നത് ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മ തന്നെയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് നോക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? കൃത്യമാണല്ലോ? സംശയങ്ങളൊന്നും പാടില്ല. ഇത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുന്നത്. ഭദ്രദീപം എങ്ങനെയാ? ഭദ്രദീപം വർഷത്തിൽ 2 തവണ. ഭദ്രദീപം വർഷത്തിൽ 2 തവണ എന്ത് ചെയ്യുന്നുണ്ട്? ഭദ്രദീപം നടക്കുന്നത്. മുറജപം 6 വർഷത്തിൽ ഒരിക്കലാണ് എന്ത് ചെയ്യുന്നത്? നടക്കുന്നത് എന്ന് കൂടി എന്ത് ചെയ്യുക? ആലോചിക്കുക. അപ്പോൾ 6 വർഷത്തിൽ ഒരിക്കലാണ് മുറജപം. 6 വർഷത്തിലൊരിക്കലാണ് മുറജപം, വർഷത്തിൽ 2 തവണയാണ് ഭദ്രദീപം. കേട്ടോ? ഓർക്കാനായിട്ട് പ്രത്യേകം എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ധർമ്മരാജാവിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ഇദ്ദേഹത്തിന്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട ദിവാനായിരുന്നു. വർക്കല നഗരത്തിന്റെ ശില്പി. 3 റവന്യൂ ഏരിയസ് ആയിട്ട്, അതായത് തെക്ക്, അതായത് ഇങ്ങനെ 3 അതായത് തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം, ഇങ്ങനെ 3 റവന്യൂ ഏരിയാസ് ആയിട്ട് എന്ത് ചെയ്യുകയാണ്? 3 റവന്യൂ മേഖലകളായിട്ട് അദ്ദേഹം തിരിക്കുന്നുണ്ട്. വർക്കല നഗരത്തിന്റെ ശില്പിമാര് തന്നെയാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള തന്നെയാണ്. ഓർത്തിരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ സമയത്താണ് ശുചീന്ദ്രം ഉടമ്പടിയിൽ 1762 ഇത് ചെയ്യുന്നത് ഒപ്പിടുന്നത്. അതായത് കൊച്ചിയുമായിട്ടുള്ള ഉടമ്പടിയായിരുന്നു ശുചീന്ദ്രം ഉടമ്പടി എന്ന് പറയുന്നത്. കൊച്ചിയിലെ പാലിയത്ത് കോമി അച്ഛനുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ഒരു ഉടമ്പടിയിലേക്ക് നമ്മൾ എത്തുന്നത്. ഇനി ടിപ്പുവിന്റെ അറ്റാക്ക് നടക്കുന്നുണ്ട് അല്ലെ? അപ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്? തിരുവിതാംകൂറിൽ നെടുങ്കോട്ട കെട്ടുന്നുണ്ട് അല്ലെ? നെടുങ്കോട്ട കെട്ടുന്നുണ്ട്. ഈ നെടുങ്കോട്ട എന്ത് ചെയ്യുകയാണ്? രാജാ കേശവദാസിന്റെ ഒക്കെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് കെട്ടും. രാജാ കേശവദാസ് ആയിരുന്നു മറ്റൊരു ദിവാൻ. മനസ്സിലാവുന്നുണ്ടോ? ആദ്യമായിട്ട് ദിവാൻ എന്ന് പറയുന്ന പേര് ദളവയായിരുന്നു അത്രയും കാലം. ദിവാൻ എന്ന പേര് ആദ്യമായി എടുക്കുന്നത് രാജാ കേശവദാസ് ആണ്. വലിയ ദിവാൻജി എന്ന് ജനങ്ങൾ ഇദ്ദേഹത്തെ സ്നേഹത്തോടുകൂടി വിളിച്ചിരുന്നു. MC റോഡിന്റെ പണി ആരംഭിക്കുന്നത് രാജാ കേശവദാസ് ആണ്. ചാല കമ്പോളത്തിന്റെയും ആലപ്പുഴ നഗരത്തിന്റെയും ശില്പിയും രാജാ കേശവദാസ് തന്നെയാണ്. നെടുങ്കോട്ട എന്ത് ചെയ്യുന്നുണ്ട്? നിർമ്മിക്കുന്നുണ്ട്. ഈ നെടുങ്കോട്ടയാണ് നമ്മളുടെ ടിപ്പുവിന്റെ അറ്റാക്ക് തടയാനായിട്ട് ഇവരെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യുന്നത്. 790 എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷ് സപ്പോർട്ട് ടിപ്പുവിനെതിരെ സ്വീകരിക്കുന്നുണ്ട്. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള സമയം 3rd ആംഗ്ലോ മൈസൂർ വാർ നടക്കുന്നത്. പിന്നീട് ശ്രീരംഗപട്ടണത്തിലെ ഉടമ്പടിയിലേക്കൊക്കെ പിന്നീടാണ് കാര്യങ്ങൾ എത്തുന്നത്. റിലീജിയസ് ടോളറൻസ്, മതപരമായിട്ടുള്ള ടോളറൻസിന്, സഹിഷ്ണുതയ്ക്ക് വളരെ ഫേമസ് ആയിരുന്നു ധർമ്മരാജാവ്. ഇദ്ദേഹത്തിന് പോപ്പിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശത്തോടു കൂടിയിട്ടുള്ള ലെറ്റർ കിട്ടിയിട്ടുണ്ട്. എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ആളുകൂടി ആയിരുന്നു അദ്ദേഹം. സിറിയൻ ക്രിസ്ത്യാനികളെ ഇവിടേക്ക് വെൽക്കം ചെയ്യുകയും ഫോറിൻ മിഷണറിമാരെ ഇവിടേക്ക് വെൽക്കം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. ഉണ്ണായി വാര്യരെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ഇനി രാമവർമ്മ, അവിട്ടം തിരുനാൾ രാമവർമ്മ. നോക്കൂ, അവിട്ടം തിരുനാൾ രാമവർമ്മയല്ല, ബാലരാമവർമ്മ എന്നാണ് മുഴുവൻ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ എന്നാണ് പേര്. ഒരു കാര്യം പ്രത്യേകം ആലോചിക്കാം. മൊത്തം തിരുവിതാംകൂറിലെ രാജാക്കന്മാരിലെ ഏറ്റവും ദുർബലനായിട്ടുള്ള,
ഏറ്റവും ദുർബലനായിട്ടുള്ള രാജാവ് എന്നാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അറിയപ്പെടുന്നത്. രണ്ട് കാരണങ്ങൾ. ഒരു കാരണം എന്താണ്? ഒരു കാരണം ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ ഒരു സബ്സിഡിയറി അലയൻസിലേക്ക് പോകുന്നത്. മനസ്സിലാവുണ്ടോ? സബ്സിഡിയറി അലയൻസിലേക്ക് പോകുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. വെല്ലസ്ലിയുടെ ഒരു രീതി ആയിരുന്നല്ലോ സബ്സിഡിയറി അലയൻസ് എന്ന് പറയുന്നത്. ഇതിലേക്ക് പോകുന്നത് ഈ കാലഘട്ടത്തിലാണ്. 795 ഒരു ട്രീറ്റി ഒപ്പിടുന്നുണ്ട്. അതിനുശേഷം 805 കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വളരെ പ്രോപ്പർ ആയിട്ടൊരു സബ്സിഡിയറി അലയൻസിലേക്ക് പോകുന്ന 805 ട്രീറ്റിയോട് കൂടിയിട്ടായിരുന്നു. തിരുവിതാംകൂർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റെസിഡന്റിനെ, ബ്രിട്ടീഷുകാരുടെ റെസിഡന്റിനെ, നോക്കൂ, സബ്സിഡിയറി അലയൻസ് ഒപ്പിട്ടാൽ പിന്നെ അതിന് ചെയ്യണമല്ലോ. കേണൽ മെക്കോളെ ആയിരുന്നു ബ്രിട്ടീഷുകാരുടെ റെസിഡന്റ്. ആദ്യം വേലുത്തമ്പിയുമായിട്ട് നന്നായിട്ട് പോയതായിരുന്നു. 809 വേലുത്തമ്പിയുടെ റിവോൾട്ട് നടക്കുന്നതും കുണ്ടറ പ്രൊക്ലമേഷൻ നടക്കുന്നതും ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. മെക്കോളയുടെ കൂടി വരുന്ന ഇന്റർഫിയറൻസ് ആണ് വേലുത്തമ്പിയുടെ റിവോൾട്ടിലേക്ക് കാരണമാകുന്നത്. കുണ്ടറ പ്രൊക്ലമേഷൻ നടക്കുന്നത് ജനുവരി 11, 1809. അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. രണ്ടാമത്തെ ചോദ്യം നമ്മൾ നേരത്തെ തന്നെ 2 ഡേറ്റുകൾ ചോദിച്ചിരുന്നു അല്ലെ. ഉദയംപേരൂർ സുനഹദോസിന്റെ ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൂനൻ കുരിശ് സത്യത്തിന്റെ ഡേറ്റ് ചോദിച്ചിരുന്നു. മൂന്നാമത്തെ ഡേറ്റ് നിങ്ങൾ എഴുതേണ്ടത് കുണ്ടറ വിളംബരത്തിന്റെ മലയാളം മാസവും തീയതിയും ഏത്? കുണ്ടറ എന്താ പറയുക, പ്രൊക്ലമേഷന്റെ വിളംബരത്തിന്റെ ഇംഗ്ലീഷ് ഡേറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉത്തരമായിട്ട് രേഖപ്പെടുത്താനായിട്ട് നോക്കുക. ഇനി ബ്രിട്ടീഷുകാരുടെ ഒരു പ്രൊട്ടക്ടറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ തിരുവിതാംകൂർ പതുക്കെ മാറുകയാണ്. 809 മാർച്ചിൽ വേലുത്തമ്പി ആത്മഹത്യ ചെയ്യുകയാണ്. ഓക്കെ ആണല്ലോ. ഇനി പാതിരാമണൽ ഐലൻഡ് വേലുത്തമ്പിയാണ് എന്ത് ചെയ്യുന്നത്? വെട്ടി നിരത്തിയിട്ട് ഒരു തെങ്ങുകളും മറ്റുമൊക്കെ നട്ടിട്ട് അത് ഒരു വാസയോഗ്യമാക്കി മാറ്റുന്ന വേലുത്തമ്പി ആയിരുന്നു. ഹജൂർ കച്ചേരി കൊല്ലത്ത് സ്ഥാപിക്കുന്നത് വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പിക്ക് ശേഷം വന്നിട്ടുള്ള ദിവാനായിരുന്നു ഉമ്മിണിത്തമ്പി. ഇദ്ദേഹം അത്ര എന്താ പറയുക, കുറച്ച് ഇൻഫേമസ് ആയിരുന്നു. പല പ്രശ്നങ്ങൾ കാരണം ഇൻഫേമസ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഉമ്മിണിത്തമ്പി. കോടതികൾ സ്ഥാപിക്കുന്നുണ്ട് ഇദ്ദേഹം. ബാലരാമപുരം പട്ടണം, അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അല്ലെ, ബാലരാമപുരം ഇദ്ദേഹത്തിന്റെ പേരിൽ സ്ഥാപിക്കുന്നതും ഉമ്മിണിത്തമ്പി തന്നെയായിരുന്നു. പക്ഷേ ഉമ്മിണിത്തമ്പിയുടെ എന്താ പറയുക ഭരണകാലഘട്ടത്ത് ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കരനാരായണൻ ചെട്ടി, മാത്തൂ തരകൻ ഇങ്ങനെയുള്ള പല ആളുകളും ജനങ്ങളെ ഒരുപാട് രീതിയിൽ നിയമവിരുദ്ധമായിട്ട് പറ്റിച്ചുകൊണ്ട് മറ്റും ജീവിച്ചിരുന്ന ആളുകളായിരുന്നു അത്ര ഇവരൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കരനാരായണൻ ചെട്ടി, മാത്തൂ തരകൻ അല്ലെ, ഇവരെല്ലാം എന്ത് ചെയ്യുകയായിരുന്നു? വലിയ അഴിമതികൾ നടത്തുകയും ഭരണം ഇവരുടെയൊക്കെ കയ്യിലായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് എല്ലാം കൂടി ചേർന്നാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ദുർബലനായിരുന്ന രാജാവായിരുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത എന്താ പറയുന്നത് അടുത്ത ഭരണാധികാരിയിലേക്ക് എത്തുകയാണെങ്കിൽ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയാണ്. നോക്കൂ, ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി 1810 മുതൽ 15 വരെയുള്ള കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഭരിക്കുന്നത് അല്ലെ. ഇതിൽ ആദ്യത്തെ ഒരു 2 വർഷത്തോളം അവര് റാണിയായിട്ടും പിന്നീടുള്ള സമയത്ത് എന്ത് ചെയ്യുകയാണ്? സ്വാതി തിരുനാൾ ജനിക്കുകയാണ്. സ്വാതി തിരുനാൾ ജനിക്കുന്നതോട് കൂടിയിട്ട് ഗൗരി ലക്ഷ്മിഭായ് ആദ്യം ക്യൂൻ ആയിട്ട് തന്നെ ഭരിക്കുന്നു. പിന്നീട് അവര് ക്യൂൻ റീജന്റ് ആയിട്ട് മാറുകയാണ്. റീജന്റ് ഭരണം, അതായത് സ്വാതി തിരുനാളിന്റെ പേരിൽ ഇരുന്ന് ഭരിക്കുകയാണ്. 815 ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ മരണത്തോട് കൂടിയിട്ട് ആദ്യത്തെ ഫുൾ ടൈം റീജന്റ് ഭരണം, മുഴുവൻ കാല റീജന്റ് ആയിട്ട് ആര് ഭരിക്കുകയാണ്? ഗൗരി പാർവതിബായി. അപ്പൊ ഇവിടെ 2 രീതിയിൽ ചോദ്യം വരാം. എന്താണ്? ആദ്യത്തെ റീജന്റ് ആയിട്ട് ഭരിച്ച വനിത ആര് ചോദിച്ചാൽ ഗൗരി ലക്ഷ്മിഭായ് തന്നെയാണ്. പക്ഷെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആര്? അതും ഗൗരി ലക്ഷ്മിഭായ് ആണ്. അപ്പൊ ആദ്യം റാണിയായി ഭരിക്കുന്നു, പിന്നെ റീജന്റ് റാണിയായിട്ട് ഭരിക്കുന്നു. കാരണം എന്ത് ചെയ്യുകയാണ്? സ്വാതി തിരുനാൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? സ്വാതി തിരുനാളിന്റെ പേരിൽ വേണം ഭരിക്കാൻ. ഗൗരി ലക്ഷ്മിഭായിയുടെ മകനായിട്ട് സ്വാതി തിരുനാൾ ജനിക്കുകയാണ്. അപ്പൊ പിന്നെ സ്വാതി തിരുനാളിന്റെ പേരിൽ പിന്നെ ഒരു 3 കൊല്ലം റീജന്റായി ഭരിച്ചു, പിന്നീട് മരണപ്പെട്ടു. അതോടുകൂടി ഗൗരി പാർവതിബായി അധികാരമേറ്റിട്ടു. ഗൗരി പാർവതിബായി ഓൾറെഡി സ്വാതി തിരുനാൾ ജനിച്ചത് കൊണ്ട് തന്നെ എങ്ങനെയായിരുന്നു? ഫുൾ ടൈം ഭരണസമയം മൊത്തം സ്വാതി തിരുനാളിന് പ്രായപൂർത്തിയാകുന്നത് 16 വയസ്സാവുന്നത് വരേക്കും ഫുൾ ടൈം റീജന്റ് ആയിട്ട് ഭരിച്ചു. അപ്പോൾ ആദ്യത്തെ ഫുൾ ടൈം റീജന്റ് ഭരണാധികാരി ആരാണ്? വനിതാ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതിബായി ആണ്. നിങ്ങൾക്ക് ആദ്യത്തെ റീജന്റ് വനിതാ റീജന്റ് ഗൗരി ലക്ഷ്മിഭായ്, ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ഗൗരി പാർവതിബായി, ആദ്യത്തെ എന്താ പറയുക വനിതാ ഭരണാധികാരി ഗൗരി ലക്ഷ്മിഭായ്. ഓക്കെ ആണല്ലോ. ഈ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരരുത്. ഇനി ഫസ്റ്റ് ഫീമെയിൽ റൂളർ ഓഫ് ട്രാവൻകൂർ ആരാണ്? ആസ് റീജൻ ഫോർ ഹെർ സൺ അല്ലെ, ആസ് റീജൻ ഫോർ ഹെർ സൺ. പിന്നീട് ആദ്യത്തെ ഫീമെയിൽ റൂളർ ആര് തന്നെയാണ്? ഗൗരി ലക്ഷ്മിഭായ്.
ദിവാനായിട്ട് കേണൽ മൺട്രോയെ ഗൗരി ലക്ഷ്മിബായി, ഉമ്മിണിത്തമ്പിയെ മാറ്റിയിട്ട് കേണൽ മൺട്രോയെ കൊണ്ടുവരികയാണ്. ആദ്യത്തെ യൂറോപ്യൻ ദിവാൻ, ആദ്യത്തെ ഫസ്റ്റ് റെസിഡന്റും ദിവാനും രണ്ടും ഇദ്ദേഹം തന്നെയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ കൊച്ചിയുടെയും തിരുവിതാംകൂറിന്റെയും ദിവാനായിട്ട് ആദ്യമായിട്ടിരുന്നതും കേണൽ മൺട്രോ ആണ്. കൊച്ചിയുടെ ആദ്യത്തെ ദിവാനും കേണൽ മൺട്രോ തന്നെയാണ്. ഓർത്തിരിക്കാൻ സാധിക്കും. ഇദ്ദേഹം ചട്ടവരിയോലകൾ എന്ന് പറയുന്ന ഒരു നിയമസംഹിത ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. സ്ലേവറി അബോളിഷ് ചെയ്യുന്ന 812 സമയത്താണ്. ദേവസ്വം ഭരണം ഏറ്റെടുക്കുന്നതും ഇതേ ഗൗരി ലക്ഷ്മിബായിയുടെ ഇതേ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു. ഗൗരി പാർവതിഭായിലേക്ക് വരികയാണെങ്കിൽ 817 ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഫ്രീ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുകയാണ്, പ്രഖ്യാപിക്കപ്പെടുകയാണ്. എല്ലാവർക്കും വേണമെന്നത്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഗവൺമെന്റ് ദാറ്റ് ദ പീപ്പിൾ ഷുഡ് ബി എഡ്യൂക്കേറ്റഡ് എന്ന് പറയുന്നത് ആരാണ്? ഇതേ പ്രൊക്ലമേഷനിലാണ്. 816 മുതൽ ഇവിടെ CMSന്റെ, അതായത് മിഷണറീസിന്റെ, പലപ്പോഴും ചോദിക്കാറുണ്ട്, മിഷണറീസിന്റെ എന്താ പറയുക ഒരു പ്രവർത്തനങ്ങൾ ഇവിടെ സുലഭമായി നടക്കുന്ന കാലഘട്ടം ആരുടേതായിരുന്നു? ഗൗരി പാർവതിഭായിയുടേതായിരുന്നു. പാർവതി പുത്തനാർ, മനസ്സിലാട്ടോ? പാർവതി പുത്തനാർ വേലി മുതൽ കഠിനകുളം വരെയുള്ള കളക്ട് ചെയ്യുന്ന പാർവതി പുത്തനാർ ഈ കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത്. പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. സ്വാതി തിരുനാൾ 829 എന്ത് ചെയ്യുന്നു, പ്രായപൂർത്തിയായി ഭരണം ഏറ്റെടുക്കുന്നു. അതോടുകൂടിയിട്ട് അദ്ദേഹത്തിന് അധികാരം കൊടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? കൃത്യമാണല്ലോ. നോക്കൂ, പൊളിറ്റിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, 1813 ആക്ടിലാണ് മിഷണറീസിന് ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു നിയമപരമായിട്ടുള്ളത് അനുവാദം കൂടി കിട്ടുന്ന 813 പറയുന്നുണ്ട്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ 816 CMSന്റെയും മറ്റും വർക്കിംഗ് ഒക്കെ ഇവിടെ ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് ചേർത്ത് വായിക്കാനായിട്ട് സാധിക്കും. ഇനി സ്വാതി തിരുനാൾ രാമവർമ്മ. നോക്കൂ, സ്വാതി തിരുനാളിന്റെ കാലഘട്ടം അറിയപ്പെടുന്നത് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം, ഗോൾഡൻ പീരീഡ് എന്നുള്ള പേരിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇദ്ദേഹം ഒരു രാജാവ്, മ്യൂസീഷ്യൻ, പോയറ്റ്, സ്കോളർ, അങ്ങനെ പല രീതിയിൽ ഇദ്ദേഹം എന്തായിരുന്നു, കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. ഹി വാസ് എ മാസ്റ്റർ ഇൻ കർണാടിക്. അദ്ദേഹം ഒരുപാട് രാഗങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 1813 അദ്ദേഹത്തിന്റെ ജനനം. 1847 എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മരണവും. 47-46 2 വർഷവും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മരണവും. 47 അല്ല 46 എന്ന് എടുക്കേണ്ടി വരും. കാരണം 813 ജനനം. 33 വയസ്സ് വരെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, വളരെ ഷോർട്ട് കാലഘട്ടത്തിൽ മാത്രം ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു ആള്. സ്വാതി തിരുനാൾ രാമവർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ ആണല്ലോ. ഇനി നോക്കൂ, അദ്ദേഹം ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ എന്നീ 2 പേരുകളിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കമ്പോസിഷൻസ് ആണ് ഭാവയാമി, ഭക്തമഞ്ജരി, പത്മനാഭ ശതകം, ഉത്സവ പ്രബന്ധം. ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അദ്ദേഹത്തിന്റെ ദിവാൻ സുബ്ബറാവു ആയിരുന്നു. ആ സമയത്തെ റെസിഡന്റ്, പിന്നീട് വന്ന റെസിഡന്റ് ആയിരുന്നു വില്യം കള്ളൻ. ഇദ്ദേഹം ആദ്യമൊക്കെ സ്വാതി തിരുനാളുമായിട്ട് നല്ല ബന്ധത്തിൽ പോയെങ്കിലും പിന്നീട് സ്വാതി തിരുനാളിന്റെ മാനസികമായിട്ട് തകരുന്ന രീതിയിൽ ഇദ്ദേഹം മരണത്തിൽ ഇടപെടുകയും, പിന്നെ സ്വാതി തിരുനാൾ മാനസികമായിട്ട് അദ്ദേഹത്തിന് പല പ്രശ്നങ്ങളും വരാൻ, അദ്ദേഹത്തിന്റെ മക്കൾ, ഭാര്യ, പല മരണങ്ങളും ഉണ്ടായിരുന്നു. അവസാനം 33-ാം വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുകയാണ്. 834 ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ശുചീന്ദ്രൻ കൈമുക്ക്, മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച ശുചീന്ദ്രൻ കൈമുക്ക് അദ്ദേഹം അബോളിഷ് ചെയ്യുന്നുണ്ട്. ആദ്യ സെൻസസ് 836 ഇദ്ദേഹമാണ് നടക്കുന്നത്. മോഹിനിയാട്ടത്തിനാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത്. മോഹിനിയാട്ടത്തിന്റെ വലിയൊരു എന്താ പറയുക സപ്പോർട്ട് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. ഷഡ്കാല ഗോവിന്ദമാരാറ്, വേലു, പൊന്നയ്യ, ചിന്നയ്യ, സുബ്ബുക്കുട്ടി അയ്യ, ശിവാനന്ദൻ തുടങ്ങിയവരൊക്കെ അദ്ദേഹത്തിന്റെ സദസ്സിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളായിരുന്നു. പബ്ലിക് ലൈബ്രറി, കുതിരമാളിക, നക്ഷത്ര ബംഗ്ലാവ്, എഞ്ചിനീയറിംഗ് വകുപ്പ് തുടങ്ങിയവയെല്ലാം ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. ഇനി നിങ്ങളോട് ഞാൻ ഏൽപ്പിക്കുന്ന ഒരു പരിപാടി, ഇതുപോലെ ഒരു പേജിലെ വളരെ ചുരുങ്ങിയ ഭാഗത്ത് എന്ത് ചെയ്യുക, ഓരോ ഭരണാധികാരിയുടെയും പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതുക. ഒരു ഭരണാധികാരിയുടെ പേര്, പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇപ്പോൾ തൊട്ടു മുമ്പ് പഠിച്ചതുപോലെ എന്താണ്, വളരെ കൃത്യമായി പഠിക്കാൻ പറ്റാം. ഉത്രം തിരുനാൾ, കഥകളിയുടെ സുവർണ കാലഘട്ടം ഇദ്ദേഹമാണ്. നോക്കൂ, തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം ആരുടെ കാലഘട്ടമാണ്? സ്വാതി തിരുനാളാണ്. കഥകളിയുടെ സുവർണ കാലഘട്ടമോ അത് ഉത്രം തിരുനാളാണ്. മാറിപ്പോരുത്. ഊഴിയം വേല, അല്ല എന്താണ്, അടിമപ്പണി പോലെ പൈസയില്ലാത്ത വേല നിരോധിച്ചത് ഈ കാലഘട്ടത്തിലാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറ് മറയ്ക്കാനുള്ള അവകാശം 859 കൊടുത്തത് ഉത്രം തിരുനാളാണ്. അപ്പൊ ഈ രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കാനായിട്ടാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇതിന്റെ PDF ഞാൻ നാളെ ഷെയർ ചെയ്യുന്നതായിരിക്കും. PDF-ൽ ഈ ആളുകളുമായി, ഭരണാധികാരികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾ അറിയേണ്ട പോയിന്റുകൾ കൂടി ഞാൻ ഈ ഭാഗത്ത് ചേർക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കേരള ഹിസ്റ്ററി, ബാക്കിയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നാളെ ഉച്ചയോടുകൂടി മാക്സിമം ഞാൻ തരാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കുന്നതായിരിക്കും.
ഈ ക്ലാസ്സിൻ്റെ എങ്ങനെയാണ് ക്ലാസ് ഉപകാരപ്പെട്ടത്, എത്രത്തോളം വേണം, അടുത്ത ക്ലാസ് എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സും ഞാൻ എന്ത് ചെയ്യാം, അതിനനുസരിച്ച് തയ്യാറാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഒന്നിച്ച് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഭാഗങ്ങളോട് പഠിക്കാം. കേരള ഹിസ്റ്ററിയുടെ 2ാമത്തെ പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, അടുത്ത ദിവസം തന്നെ കണ്ടുമുട്ടുന്നതായിരിക്കും. അവിടെ ഈ ഭാഗങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, വൃത്തിയായി പഠിച്ച് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ ലിസണിങ്. ചോദ്യങ്ങൾ PDF ഉണ്ടാകും, ചെയ്യാനായിട്ട് നോക്കുക, കൃത്യമായിട്ട് പഠിച്ച് അവസാനിപ്പിക്കുക. നന്ദി.